ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ലേൺ CMA ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ LLP ആക്ട് 2008 ബാലൻസ് പോർഷനുമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ ഫ്രഷ് ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചൊന്ന് റിവൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്നത്തെ ഫ്രഷ് ടോപ്പിക്കിലോട്ട് പോകാം. എല്ലാവരും ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്? നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിനെ പറ്റി പഠിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഓരോ LLPക്കും ഓരോ രജിസ്റ്റേർഡ് ഓഫീസ് കാണും. രജിസ്റ്റേർഡ് ഓഫീസ് എന്തിനാണ്? അവരുടെ LLPയോട് ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷൻസ് നടത്താനും അവിടുത്തെ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഓരോ LLPക്കും ഓരോ രജിസ്റ്റേർഡ് ഓഫീസ് നിർബന്ധമായിട്ടും വേണം. പിന്നെ എന്താ പഠിച്ചത്? LLP മേ ചേഞ്ച് ദ പ്ലേസ് ഓഫ് ഇറ്റ്സ് രജിസ്റ്റേർഡ് ഓഫീസ്. നമ്മൾ പഠിച്ചിരുന്നു രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്യാൻ നമ്മുടെ LLPക്ക് പറ്റും. അതിന് നമ്മൾ LLPക്ക് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പ്ലേസ് ചേഞ്ച് നമ്മൾ എന്തോ ചെയ്യണം? ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു നോട്ടീസ് ഫയൽ ചെയ്യണം. രജിസ്ട്രാറിന് ഒരു നോട്ടീസ് ഫയൽ ചെയ്യണം. നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ പ്ലേസ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ടീസ് ഫയൽ ചെയ്യണം. അതെങ്ങനെ ആ നോട്ടീസ് ഫയൽ ചെയ്തതിന് ശേഷം അതിനകത്ത് എങ്ങനെ നമ്മൾ പ്ലേസ് ചേഞ്ച് ചെയ്യുന്നത്? നമ്മുടെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിലെ കുറച്ച് പ്രൊസീജിയേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വേണം നമ്മുടെ LLPയിലെ പ്ലേസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാൻ. ഇനി നമ്മുടെ ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റിലോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സിനെ കൺസേണോട് കൂടിയും നമുക്ക് രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാം. ഇനി ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് നമുക്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യേണ്ടതെങ്കിൽ പാർട്ട്നേഴ്സിന് മാത്രം കൺസെൻറ്റ് പോരാ, നമ്മുടെ സൺട്രി ക്രെഡിറ്റേഴ്സിനും കൺസെൻറ്റ് വേണം. അതുപോലെ നമ്മൾ 30 ദിവസത്തിനകം രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യാനുള്ള നോട്ടീസ് ഫോം നമ്പർ 50 രജിസ്ട്രാറിന് കൊടുത്തിരിക്കണം. പിന്നെന്താ, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടെ ചെയ്തിരിക്കണം. അതായത് നമ്മുടെ ജനറൽ നോട്ടീസ് നമ്മൾ നോട്ടീസ് കൊടുക്കുമല്ലോ, നമ്മുടെ രജിസ്ട്രാറിന് നമ്മൾ 30 ദിവസത്തിനകം നോട്ടീസ് കൊടുക്കും. ആ നോട്ടീസ് കൊടുക്കുന്നതിന് മുമ്പ് 21 ദിവസം മുമ്പ് നമ്മൾ ജനറൽ നോട്ടീസ് പബ്ലിഷ് ചെയ്യണം. അതും നമ്മുടെ ന്യൂസ് പേപ്പറിലാണ് പബ്ലിഷ് ചെയ്യണത്. അത് എങ്ങനെ ന്യൂസ് പേപ്പറിലാണ്? പ്രിൻസിപ്പൽ ലാംഗ്വേജ് ഓഫ് ഡിസ്ട്രിക്റ്റ്, നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ പ്രിൻസിപ്പൽ ലാംഗ്വേജിൽ ഉള്ള ന്യൂസ് പേപ്പറിൽ വേണം അത് നമ്മൾ ഇഷ്യൂ ചെയ്യാൻ. ഇത്രയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഓഫീസിനെ പറ്റി പഠിച്ചത്. പിന്നീട് പഠിച്ച മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. അതായത് നമ്മുടെ LLP ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചത്. എന്തിനാണ് അവർ ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അവിടെ പ്രോഫിറ്റബിലിറ്റി, അവിടെ ഫിനാൻഷ്യൽ പൊസിഷനും അറിയാൻ വേണ്ടിയാണ് ഓരോ LLPയും ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ ബുക്സ് ഓഫ് അക്കൗണ്ട് എന്തൊക്കെ രേഖകൾ വേണം? എല്ലാ റെസിപ്റ്റും എക്സ്പെൻഡിച്ചറും വേണം. അതുപോലെ LLPയുടെ അസറ്റും ലയബിലിറ്റീസിനും ഡീറ്റെയിൽസ് വേണം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ്, ഇൻവെൻട്രീസ്, വർക്കിംഗ് പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഇങ്ങനെയുള്ളതിന് ഡീറ്റെയിൽസ് വേണം. പിന്നെ നമ്മുടെ പാർട്ട്നേഴ്സ് ഡിസൈഡ് ചെയ്ത മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കൊടുത്തിരിക്കണം. പിന്നെന്താ, ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ആൻ LLP ആർ റെക്വേർഡ് ടു പ്രിസർവ് ഫോർ 8 years. 8 വർഷം നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെന്താ, എവരി LLP ഷാൾ ഫയൽ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി ഇൻ ഫോം നമ്പർ 8. അതായത് നമ്മൾ ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് കൊടുക്കുന്ന സമയം നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ കൊടുക്കണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോം നമ്പർ 8 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി എന്ന സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടിയും നമ്മൾ രജിസ്ട്രാറിന് കൊടുക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ അതിൽ ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മുടെ LLP എന്തെങ്കിലും ഒരു ഡെപ്റ്റ്സ് വരുവാണെങ്കിൽ ആ ഡെപ്റ്റ്സ് പേ ചെയ്യാൻ നമ്മൾ സോൾവൻ്റ് ആണ്, നമ്മുടെ LLP സോൾവൻ്റ് ആണെന്ന് തെളിയിച്ചുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വേണം ഫോം നമ്പർ 8 ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി ബുക്സ് ഓഫ് അക്കൗണ്ട് കൂടെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. ഇത്രയും ക്ലിയർ ആയി. അതും 30 ദിവസത്തിനകം വേണം കൊടുക്കാൻ. 30 ദിവസം എങ്ങനെയുള്ള 30 ദിവസം? നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തത് തൊട്ട് 6 months കഴിഞ്ഞിട്ടുള്ള 30 ദിവസത്തിനുള്ളിൽ വേണം നമ്മളിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ. പിന്നെന്താ പറയുന്നത്? ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി ഓഫ് എൻ LLP ഷാൾ ബി സൈൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ LLP ബൈ ഇറ്റ്സ് ഡെസിഗ്നേറ്റഡ് പാർട്ണർ. പിന്നെന്താ മക്കളെ പറയുന്നത്? അതായത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസിയിൽ സൈൻ ചെയ്യണം. നമ്മുടെ LLPയുടെ ബിഹാഫിന് വേണ്ടി നമ്മൾ ഡെസിഗ്നേറ്റഡ് പാർട്ണറാണ് അതിൽ സൈൻ ചെയ്ത് കൊടുക്കാൻ. ഇത്രയാണ് നമ്മൾ മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് പഠിച്ചത്. പിന്നെ നമ്മൾ വെച്ചാൽ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ്. നമുക്ക് എന്തായാലും അറിയാം, ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ LLPയിൽ ഓഡിറ്റും നടക്കുമെന്ന് നമുക്ക് ഊഹിക്കാം അല്ലേ. അപ്പോൾ അതിലെന്താ പറയുന്നത്? ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ആരാണ് നടത്തേണ്ടത്? അക്കൗണ്ട്സ് ഓഫ് എവരി LLP ഷാൾ ബി ഓഡിറ്റ് ബൈ ചാർട്ടേഡ് അക്കൗണ്ട് ഇൻ പ്രാക്ടീസ്. അതായത് നമ്മുടെ LLPയിൽ അല്ലെങ്കിൽ ഏതൊരു LLPയിലായാലും ഓരോ LLPയിലും അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് ആയിരിക്കും. പ്രാക്ടീസ് ചെയ്യുന്ന CAക്കാരായിരിക്കും ഓഡിറ്റ് ചെയ്യുന്നത്. എന്നാൽ അതിന് കുറച്ച് ലിമിറ്റ് ഉണ്ട്, കുറച്ച് എക്സെപ്ഷൻ കേസുണ്ട്. എന്താ പറയുന്നത്? ടേൺ ഓവർ ഡസ് നോട്ട് എക്സീഡ് 40 lakh ഓർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഡസ് നോട്ട് എക്സീഡ് 25 lakh. അതായത് ടേൺ ഓവർ 40 ലക്ഷത്തിൽ താഴെയുള്ളതും കോൺട്രിബ്യൂഷൻ 25 lakh താഴെയുള്ള ഒരു LLP ആണെങ്കിൽ ആ LLPക്ക് ഓഡിറ്റ് നടത്തണ്ട, അല്ലെങ്കിൽ ആ LLP അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ വേണമെങ്കിൽ അവിടുത്തെ പാർട്ട്നേഴ്സിന് ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാം, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാം. പക്ഷേ കമ്പൾസറി ഓഡിറ്റ് അവർക്കും ചെയ്യണമെന്ന് നിർബന്ധമില്ല അല്ലേ.
ഈ ടേൺ ഓവറുള്ള കേസിലുള്ള LLPയുടെ പാർട്ട്നേഴ്സിനും അവർക്ക് വേണം അവിടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ചെയ്യാം. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് വേണം ചെയ്യാം, പക്ഷേ കമ്പൽസറി ഓഡിറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ആനുവൽ റിട്ടേണിനെ പറ്റിയാണ് പഠിച്ചത്. എന്താ ആനുവൽ റിട്ടേണിൽ പഠിച്ചത്? ദ ആനുവൽ റിട്ടേൺ ഓഫ് എവറി LLP ഷാൽ ബി ഫയൽഡ് ഇൻ ഫോം നമ്പർ 11 along with the ഫീസ്. ഫോം നമ്പർ 11 ഫീസോ പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി ആനുവൽ റിട്ടേൺ ഓരോ LLP ഫയൽ ചെയ്യണം. ആനുവൽ റിട്ടേൺ ഓഫ് LLP ഹൂസ് ടേൺ ഓവർ ഈസ് വിത്തിൻ 5 crore. അതിനകത്ത് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട്. ടേൺ ഓവർ 5 crore വിത്തിൻ 5 crore ആണെങ്കിലും അതുമല്ല നമ്മുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 50 ലാഖുമാണ് എങ്കിൽ അവർ എന്തോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് ഫെയർനെസ് ദ ആനുവൽ റിട്ടേൺ കണ്ടെയ്ൻ ട്രൂ ആൻഡ് കറക്റ്റ് ഇൻഫോർമേഷൻ ബൈ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അതായത് സർട്ടിഫിക്കറ്റ് ട്രൂത്ത് ആൻഡ് ഫെയർനെസ്. എന്താ സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ട്രൂത്തായിട്ടുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ പാസ് ചെയ്തതെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഡെസിഗ്നേറ്റഡ് പറഞ്ഞിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിപ്പം ഒരു കേസിൽ ഇങ്ങനെ പറഞ്ഞത്, അതായത് ടേൺ ഓവർ 5 കോടിക്കുള്ളിലാണ് നിൽക്കുന്നതെങ്കിലും കോൺട്രിബ്യൂഷൻ 50 ലാഖ് അപ് ടു 50 ലാഖ് വരെ ആണെന്നുള്ള കേസ് ഇത് പറഞ്ഞത്. ഇനി ഇതല്ലാതെ മറ്റേതെങ്കിലും കേസാണെങ്കിൽ അവിടെ നമ്മൾ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ട്രൂത്ത് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ട്രൂത്ത് ആൻഡ് ഫെയർനെസ് കൊടുക്കണം. നമ്മുടെ ബുക്സും റെക്കോർഡ്സ് എല്ലാം ട്രൂത്തും കറക്റ്റും ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കൊടുത്തതിനുള്ള സർട്ടിഫിക്കറ്റ് അവിടെയും കൊടുക്കണം. പക്ഷേ അവിടെ കൊടുക്കാൻ നമ്മുടെ CS ആയിരിക്കണം, പ്രാക്ടീസിലുള്ള CS ആയിരിക്കണം അത് കൊടുക്കുന്നത്. മറ്റേ 50 ലാഖിൻ്റെയും ടേൺ ഓവർ 5 crore ഉള്ളിലാണെങ്കിൽ അവിടെ നമ്മൾ ഡെസിഗ്നേറ്റഡ് പറഞ്ഞാൽ കൊടുക്കേണ്ടത്. മറ്റേതെങ്കിലും കേസസ് ആണ് എങ്കിൽ അവിടെ നമ്മുടെ പ്രാക്ടീസുള്ള CS വേണം കൊടുക്കാൻ. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയാണെന്ന് വിശ്വസിക്കുന്നു. ഇനി ഓൾ സബ്മിഷൻ ആൻഡ് ഫയലിംഗ് മെയ്ഡ് ബൈ LLP ഷാൾ ബി ഇൻ ഇലക്ട്രോണിക് മോഡിൽ. LLPയുടെ എല്ലാ സബ്മിഷനും ഫയലിങ്ങും ഇലക്ട്രോണിക് മോഡിൽ മാത്രമായിരിക്കും. ഇനി ഏതെങ്കിലും LLP ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തില്ല എങ്കിൽ അവർക്ക് പണിഷബിളാണ്. മിനിമം 10,000 എക്സ്റ്റെൻഡ് ചെയ്തത് 1 lakh വരെ പോകാൻ സാധ്യതയുണ്ട്. ഇത്രയാണ് നമ്മൾ ആനുവൽ റിട്ടേണിൽ പഠിച്ചത്. ഇനി ഇൻസ്പെക്ഷൻ ഓഫ് ഡോക്യുമെൻറ്റ് എന്തൊക്കെ പഠിച്ചു? കുറച്ച് ഡോക്യുമെൻറ്റ് നമ്മൾ രജിസ്ട്രാറിൻ്റെ അകത്തിരിക്കുന്ന രജിസ്ട്രാറിൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാം. അതായത് ഏതൊക്കെ ഡോക്യുമെൻറ്റാണ്? ഒരു ഫീ കൊടുക്കണം. ഫീ കൊടുത്തോണ്ട് നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ്, നെയിം ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ചേഞ്ചസ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് ആൻഡ് സോൾവൻസി, ആനുവൽ റിട്ടേൺ. ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമുക്ക് വേണേൽ ഇൻസ്പെക്ട് ചെയ്യാമെന്ന് പറഞ്ഞത്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റു അഫയേഴ്സ് ഓഫ് LLP. The central government is empowered to order investigation by inspectors into the affairs of LLP. നമ്മുടെ LLPയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് എപ്പോഴും അങ്ങനെ പവർ വരുന്നത് അത് നമ്മൾ പഠിച്ചിരുന്നു. നമ്മുടെ LLPയിൽ ടോട്ടൽ പാർട്ട്നേഴ്സ് 1/5 പാർട്ട്നേഴ്സെങ്കിലും അപ്രൂവ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കണം. LLPയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എവിഡൻസോട് കൂടി സെക്യൂരിറ്റിയോട് കൂടി എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രം 1/5 പാർട്ട്നേഴ്സെങ്കിലും അറ്റ്ലീസ്റ്റ് കൊടുത്താൽ മാത്രമേ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പവർ ഉള്ളൂ, അല്ലെങ്കിൽ അധികാരമുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ദ LLP ഇറ്റ് സെൽഫ് മേക്ക് ആൻ ആപ്ലിക്കേഷൻ ഫോർ ദ പർപ്പസ്. LLPയും കൊടുക്കാം, ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിനും കൊടുക്കാം. ദ ഗവൺമെൻറ് ഫോം ആൻ ഒപ്പീനിയൻ എബൌട്ട് ദ മിസ്മാനേജ്മെൻറ്റ് ഓർ ആക്ടിവിറ്റീസ് ഓഫ് ദ LLP സോ മോട്ടർ ആപ്ലിക്കേഷൻ ബൈ ദ രജിസ്ട്രാർ. അതായത് വേറെ ആർക്കാ കൊടുക്കാം? ഗവൺമെൻറ്റിന് സ്വയമേ കൊടുക്കാം, അല്ലെങ്കിൽ രജിസ്ട്രാറിനും ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് കൊടുക്കാം, അല്ലേ? നമ്മൾ ഗവൺമെൻറ്റിനാണ് തോന്നുക LLP എന്തെങ്കിലും മിസ്മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നെങ്കിൽ ഗവൺമെൻറ് സ്വയമേ അങ്ങനൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്താമെന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ നമ്മൾ പഠിച്ച എന്താ? ഫോറിൻ LLPയെ പറ്റി. അതായത് ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള 30 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉള്ള ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് രജിസ്റ്റർ ഫയൽ ചെയ്ത് അതൊരു ഫോറിൻ LLP അതിൻ്റെ ബിസിനസ് പ്ലേസ് ഓഫ് ബിസിനസ് ഇന്ത്യയിലാണെങ്കിലും അതിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഫോറിൻ രാജ്യത്തായിരിക്കും. അപ്പം നമ്മുടെ 30 ദിവസത്തിനുള്ളിൽ ഒരു ഇൻകോർപ്പറേഷൻ ഡോക്യുമെൻറ്റ് രജിസ്റ്റർ എടുത്ത് നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. ആ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഡീറ്റെയിൽസ് വേണം, നമ്മുടെ ലൊക്കേഷൻ വേണം, നമ്മുടെ ഫുഡ് അഡ്രസ്സ് ഓഫ് ഏത് പ്ലേസിലാണുള്ളത് അവിടുത്തെ ഫുൾ അഡ്രസ്സും നമ്മൾ കൊടുത്തിരിക്കണം. ഇതാണ് ഫോറിൻ LLPയെ പറ്റി പറയുന്നത്. നെയിം ഓഫ് ആൻ LLP. അതായത് എവറി LLP ഷാൾ ഹാവ് എയ്തർ ദ വേർഡ്സ്. നമ്മളിപ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന ഒരു നമ്മുടെ LLPയുടെ അവസാനം ഒരു വേർഡായിട്ട് LLP എന്നോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്നോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കണം നമ്മൾ പഠിച്ചിരുന്നു. പിന്നെ എന്താണ്? എവറി LLP ഷാൾ എൻഷുർ ദാറ്റ് ഇറ്റ് ഇൻവോയ്സസ് ഒഫീഷ്യൽ കറസ്പോണ്ടൻസ് ആൻഡ് പബ്ലിക്കേഷൻസ് ബിയർ ദ ഫോളോയിങ്. എല്ലാ LLPയിലും
ഇൻവോയ്സസിലും ഒഫീഷ്യൽ കറസ്പോണ്ടൻസിലും പബ്ലിക്കേഷൻസും താഴെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഏതൊക്കെ കാര്യങ്ങൾ? ദ നെയിം, അഡ്രസ് ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ്, രജിസ്ട്രേഷൻ നമ്പർ ഓഫ് LLP, LLPയുടെ രജിസ്ട്രേഷൻ നമ്പർ, രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ്, നെയിം കൊടുത്തിരിക്കണം. പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് രജിസ്റ്റേർഡ് വിത്ത് LLP, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തണം. ഇനി LLP വിച്ച് കോൺട്രാവെൻസ് ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 13. സെക്ഷൻ 13 ഏതാ? നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസിനെ പറ്റി പറഞ്ഞ സെക്ഷൻസാണ്. സെക്ഷൻ 13 ഏതെങ്കിലും പ്രൊവിഷൻസോ അല്ല സെക്ഷൻ 21 ഏതെങ്കിലും പ്രൊവിഷൻസോ നമ്മൾ കോൺട്രാവെൻഷൻ ചെയ്യുകയാണ്, ലംഘിക്കുകയാണെങ്കിൽ നമ്മൾ പണിഷബിളാണ്. മിനിമം 2000 മാക്സിമം 25,000 വരെ നമ്മൾ പണിഷബിളാണ്. അതുപോലെ നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ LLP നമ്മുടെ LLPയുടെ നെയിമിൻ്റെ അവസാനം ചേർക്കണം നമ്മൾ പറയുന്നു. അത് ആ ഒരു പ്രൊവിഷൻ കോൺട്രാവെൻഷൻ ചെയ്യുകയാണെങ്കിലും നമ്മൾ പണിഷബിളാണ്. മിനിമം 15,000 മാക്സിമം 5 lakh വരെയും നമ്മൾ പണിഷബിളാണ്. അതുപോലെ LLP മേ ചേഞ്ച് ഇറ്റ്സ് നെയിം, LLPക്ക് വേണമെങ്കിൽ നമ്മുടെ അവർ LLPയുടെ നെയിം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതും എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്? അവർ LLP എഗ്രിമെൻറ്റിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, ആ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വേണം അവരത് ചേഞ്ച് ചെയ്യാൻ. പിന്നെ എന്താ പറഞ്ഞത്, LLPയുടെ നെയിം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ഒരു പ്രൊസീജിയേഴ്സ് നമ്മുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെയുള്ള എല്ലാ പാർട്ട്നേഴ്സിനെയും കൺസേൺറ്റോട് കൂടി നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നോട്ടീസ് ഓഫ് ചേഞ്ച് ഓഫ് നെയിം ഷാൾ ബി ഗിവൺ ടു ദ രജിസ്ട്രാർ ഫോം നമ്പർ 5. ഫോം നമ്പർ 5 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാർ നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. ഒരു പ്രിസ്ക്രൈബ്ഡ് ഫീയോട് കൂടി വേണം ഒരു നോട്ടീസ് രജിസ്ട്രാറിന് ഇഷ്യൂ ചെയ്യാൻ. ദ രജിസ്ട്രാർ ഓൺ ബീങ് സാറ്റിസ്ഫൈഡ്, രജിസ്ട്രാർ ആ പുതിയ നെയിം സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നമുക്ക് തരത്തുള്ളൂ. രജിസ്ട്രാർ എന്തിനാ മക്കളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കൊടുക്കുന്നത്? നമ്മൾ ആദ്യമേ പഠിച്ചിരുന്നു റിസർവേഷൻ ഓഫ് നെയിം. നമ്മൾ ഇൻകോർപ്പറേഷൻ ഓഫ് LLP നമ്മൾ ഫസ്റ്റ് പഠിച്ച സ്റ്റെപ്പ് ഏതാ? റിസർവേഷൻ ഓഫ് നെയിം. അതിനകത്ത് റിസർവേഷൻ ആണെങ്കിലും നോൺ റിസർവേഷൻ ആണെങ്കിലും രജിസ്ട്രാറിന് നമ്മൾ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ അത് റിസർവ് ആണെന്നോ നോൺ റിസർവ് ആണെന്നോ അറിയാൻ പറ്റുള്ളൂ. അത് നമ്മൾ രജിസ്ട്രാറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൊടുത്തിരിക്കുന്നത്. രജിസ്ട്രാറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ രജിസ്റ്റർ ആ നെയിമിൽ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ രജിസ്റ്റർ നമുക്ക് ഫ്രഷ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ നൽകത്തുള്ളൂ. ഞാൻ അതൊരു ക്ലാസ് പോലെ തന്നെ നിങ്ങൾക്ക് എടുത്ത് തന്നെ വളരെ ടൈം എടുത്ത് വളരെ മനസ്സിലാകുന്ന ഇത് തന്നെ ഞാൻ ഇപ്പോഴും ക്ലാസ് പോലെ തന്നെ എടുത്ത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഇത്രയും ക്ലിയർ നിങ്ങൾ പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിവേഴ്സ് സെക്ഷൻ ഇത്ര സ്ലോലി ആയിട്ട് പോയത്. എല്ലാവരും ഓക്കെ ആണോ മക്കളെ? എല്ലാവരും റെഡിയാണോ? ഞാൻ ഈ പറഞ്ഞ ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർക്ക് പോലും ഈ റിവേഴ്സ് സെക്ഷൻ മാത്രം മതി ഒരു ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ. റെഡിയാണോ? ഓക്കെ ആണോ? അപ്പം എല്ലാവരും റെഡിയാണോ എന്നുള്ള വിശ്വാസത്തിൽ, എല്ലാവരും ഇത്രയും പഠിച്ചെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ ഫ്രഷ് ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഇന്നത്തെ ഒരു ന്യൂ ടോപ്പിക്കിലോട്ട് പോവുകയാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളിന്ന് പഠിക്കാവുന്ന ടോപ്പിക്കാണ് വൈൻഡിങ് അപ്പ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. നമ്മുടെ LLP വൈൻഡിങ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊക്കെ അറിയാം വൈൻഡിങ് അപ്പ് 2 മോഡ്സിലുണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, കമ്പൽസറി വൈൻഡിങ് അപ്പ് ഉണ്ട്. ഇവിടെയും അതുപോലെ 2 മോഡ്സ് ഉണ്ട്, വോളണ്ടറി വൈൻഡിങ് അപ്പും ട്രിബ്യൂണലും. നമുക്കത് വഴിയെ ഡിസ്കസ് ചെയ്യാം. ആദ്യം അതിന് അധികാരം കൊടുത്തിട്ടുള്ള ആർക്കാൻ നമുക്ക് നോക്കാം. സെക്ഷൻ 65 ഗിവ്സ് പവർ ടു ദ സെൻട്രൽ ഗവൺമെൻറ്. ആർക്കാ മക്കളെ ഈ വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് ഈ വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുള്ളത് സെക്ഷൻ 65. അതും ടു മേക്ക് റൂൾസ് ഫോർ ദ പ്രൊവിഷൻസ് ഇൻ റിലേഷൻ ടു വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് LLPയുടെ ഡിസൊല്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള വൈൻഡിങ് അപ്പിൻ്റെ ഭാഗമായിട്ടുള്ള റിലേറ്റ് ചെയ്തുള്ള എല്ലാ പ്രൊവിഷൻസും റൂൾസും മേക്ക് ചെയ്യാനുള്ള അധികാരം ആർക്ക് കൊടുത്തിട്ടുണ്ട്? പവർ ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിന് സെക്ഷൻ 65 കൊടുത്തിട്ടുണ്ട്. സെക്ഷൻസ് പഠിച്ചിട്ടാലും കുഴപ്പമില്ല. ഇത്രയും മനസ്സിലായോ? ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് 2 മോഡ്സ് നടക്കാൻ നമ്മൾക്ക് അറിയാം. വോളണ്ടറി വൈൻഡിങ് അപ്പും രണ്ടാമത് ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പ്, അതായത് കമ്പൽസറി ആയിട്ടുള്ള വൈൻഡിങ് അപ്പ്. അത് തന്നെ പറയാം. നോക്കാം. വൈൻഡിങ് അപ്പ് ഓഫ് ആൻ LLP മേ ബി എയ്തർ വോളണ്ടറി ഓർ ബൈ ദ ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൻ്റെ വേറൊരു നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ കമ്പനീസ് ആക്ടിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ്. LLPയുടെ വൈൻഡിങ് അപ്പ് ഈ 2 മോഡ്സിൽ നടക്കാമെന്നുള്ളത്. ഏതൊക്കെ രീതിയിലാണ്? വോളണ്ടറി അല്ലെങ്കിൽ ട്രിബ്യൂണൽ വഴി നമുക്ക് നടക്കാം. ഇനി അതിൽ ഫസ്റ്റ് പഠിക്കുന്ന വോളണ്ടറി വൈൻഡിങ് അപ്പിലെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. നോക്കാം. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്താ? വോളണ്ടറി വൈൻഡിങ് അപ്പ് പറയാൻ നോക്കാം. ദ LLP മേ ബി വോണ്ട് അപ്പ് വോളണ്ടറിലി ഇഫ് ദ LLP passes a resolution to wind up the LLP with the approval of at least 3/4 of the total number of its partners. എന്താ പറയുന്നത്? നമ്മുടെ LLP വോളണ്ടറി രീതിയിൽ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. സ്പെഷ്യൽ റെസൊല്യൂഷൻ എപ്പോഴാണ് നമ്മൾ പാസ്സാക്കേണ്ടത്? അതായത് നമ്മുടെ LLPയിലുള്ള ടോട്ടൽ പാർട്ട്നേഴ്സ്, അതിൽ 3/4 പാർട്ട്നേഴ്സിനെങ്കിലും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്
സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായാൽ മാത്രമേ അവിടെ ഒരു വോളണ്ടറിലി വൈൻഡിങ് അപ്പ് നടക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായി അത് മാറത്തുള്ളൂ. എന്താ പറയുന്നത്? ദ LLP മേ ബി വൂണ്ട് അപ്പ് അല്ലെങ്കിൽ വൈൻഡ് അപ്പ് വോളണ്ടറിലി ഇഫ് ദ LLP പാസസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അവിടെ റെസൊല്യൂഷൻ എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഈ റെഡ് കളറിൽ കൊടുത്തേക്ക് നിങ്ങളുടെ എപ്പോഴും പറഞ്ഞോളൂ, റെഡ് കളറിൽ കൊടുത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ ബോൾഡ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ നിങ്ങളത് പഠിക്കുമ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷൻ എഴുതിയാലും മതി. pass a special resolution to wind up the LLP with the approval of at least 3/4 of the total number of its partners. അതായത് ടോട്ടൽ പാർട്ട്നേഴ്സിൻ്റെ അറ്റ്ലീസ്റ്റ് 3/4 പാർട്ട്നേഴ്സിന് അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് LLP വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ LLPയിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ നമ്മുടെ LLP വോളണ്ടറിലി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സെൻറ്റൻസ് ക്ലിയർ ആയോ? കൃത്യമായോ? ഓക്കെ. ഇനി if the LLP has creditors whether secured or unsecured, the approval of such creditors is to be obtained for the voluntary winding up. അതായത് പാർട്ട്നേഴ്സിന് മാത്രം മതിയോ മക്കളെ എന്തുവാ അപ്രൂവൽ, അല്ലെങ്കിൽ അവരുടെ മാത്രം സമ്മതം മതിയോ? അല്ല, നമ്മുടെ LLPയിലെ ക്രെഡിറ്റേഴ്സിൻ്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വൈൻഡിങ് അപ്പ് നടത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വോളണ്ടറി വൈൻഡിങ് അപ്പ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ LLP സ്വയമേ വൈൻഡിങ് അപ്പ് നടത്തും. അപ്പം LLPക്കും അല്ലെങ്കിൽ LLPക്കോ അവിടുത്തെ പാർട്ട്നേഴ്സിനോ മാത്രം തീരുമാനിച്ചാൽ മതിയോ? പോരാ, അവിടുത്തെ സൺഡറി ക്രെഡിറ്റേഴ്സ് അതിനകത്ത് സെക്യൂർഡും അൺസെക്യൂർഡ് ഉള്ള ക്രെഡിറ്റേഴ്സ്, ഇവർ ആരായാലും ആ ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ LLP അവരുടെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമ്മുടെ LLP വോളണ്ടറി രീതിയിൽ വൈൻഡപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി തേർഡ് വൺ എന്താ പറയുന്നത്? എ കോപ്പി ഓഫ് ദ റെസൊല്യൂഷൻ ഷാൾ ബി ഫയൽഡ് വിത്ത് ദ രജിസ്ട്രാർ വിത്തിൻ 13 days ഓഫ് പാസിംഗ് റെസൊല്യൂഷൻ. ഫോം നമ്പർ 1 30 ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. റെസൊല്യൂഷൻ്റെ കോപ്പി, സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി നമ്മൾ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഇനി നോട്ടീസ് ഓഫ് എനി ഡിസിഷൻ ക്രെഡിറ്റേഴ്സ് ഷാൾ ഗിവൺ ടു ദ രജിസ്ട്രാർ ഇൻ ഫോം നമ്പർ 5 വിത്തിൻ 15 days ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് കൺസെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റ് കിട്ടിയ ഡേറ്റിൽ ആ കൺസെൻറ്റ് കിട്ടിയ ഡേറ്റ് തൊട്ട് 15 daysനുള്ളിൽ ഫോം നമ്പർ 5 നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റും നമ്മുടെ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ടീസും ആ ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ് കിട്ടുന്ന നോട്ടീസും നമ്മൾ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് ഫയൽ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി LLP ഷാൾ വിത്തിൻ 14 days ഓഫ് ദ റെസിപ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് കൺസെൻറ്റ് ഗീവ് നോട്ടീസ് ഓഫ് ദ റെസൊല്യൂഷൻ ബൈ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പർ സർക്കുലേറ്റിംഗ് ഇൻ ദ ഡിസ്ട്രിക്ട് വെയർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ ഓർ ദ പ്രിൻസിപ്പൽ ഓഫീസ് ഓഫ് ദ LLP സിറ്റുവേറ്റഡ്. എന്താ അതിൽ പറഞ്ഞത്? നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റ് വാങ്ങിയ ശേഷം റെസൊല്യൂഷൻ നോട്ടീസ് നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. റെസൊല്യൂഷൻ നോട്ടീസ് നമ്മൾ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അതും എങ്ങനെ കൊടുക്കണ്ടേ? നമ്മുടെ പ്രിൻസിപ്പൽ ഓഫീസ് ഓഫ് LLP സിറ്റുവേറ്റഡ്. നമ്മളെ ഏത് സ്ഥലത്താണ് LLP ഉള്ള ആ സ്ഥലത്ത് LLPയുടെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? ആ സിറ്റുവേറ്റുള്ള ഡിസ്ട്രിക്റ്റ് വേണം. രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് വേണം നമ്മൾ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ. എന്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്? ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റ് വാങ്ങിയ ശേഷം സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ നോട്ടീസ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം ന്യൂസ് പേപ്പറിൽ. അതും നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിക്റ്റിലുള്ള ന്യൂസ് പേപ്പറിൽ വേണം നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ. ഇത്രയും ക്ലിയർ ആയോ? വോളണ്ടറി വൈൻഡിങ് അപ്പ് ഇത്രയും ക്ലിയർ ആയോ? ഇത് കുറച്ച് പതുക്കെ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അതാണ് ഞാൻ സ്പീഡ് കുറച്ച് പതുക്കെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ കൂടെ തന്നെ പോകുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി വോളണ്ടറി വൈൻഡിങ് അപ്പ് ഷാൾ ബി ഡീംഡ് ടു കമൻസ് ഓൺ ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദ റെസൊല്യൂഷൻ. നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് തൊട്ട് നടന്ന് നമ്മൾ കണക്കാക്കുന്നത്? വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് തൊട്ട് നടന്ന് നമ്മൾ കണക്കാക്കുന്നത് അതായത് നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായ ഡേറ്റ് നമ്മുടെ പാസ്സായ ഡേറ്റ് തൊട്ടാണ് നമ്മുടെ വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്ത് നമ്മൾ കണക്കാക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായ ഡേറ്റ് തൊട്ടാണ് നമ്മുടെ വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്ത് നമ്മൾ കണക്കാക്കുന്നത്. എൻ്റെ ഈ ക്ലാസ് കാണുന്ന പലവരും നമ്മൾ LLPയും പാർട്ട്ണർഷിപ്പും കമ്പനി ആക്റ്റൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവർ അവർക്കിത് റിവൈസ് ചെയ്യുന്നവർ കുറച്ച് ലാഗ് വന്നേക്കാം. പക്ഷേ ആദ്യമായിട്ടിരിക്കുന്ന കുറേ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അവർക്ക് മനസ്സിലാവുന്ന ഇതിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോകുന്നത്. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നൊരു കാര്യമല്ല. വളരെ നിർത്തി ഒരു കുറച്ച് സമയമെടുത്ത് പറയേണ്ട കാര്യമായതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം എനിക്കറിയാം കുറേ സ്റ്റുഡൻസ് പുതുതായിട്ട് പഠിക്കുന്നവരുണ്ട്, അല്ലാതെ നേരത്തെ പഠിച്ച് റിവൈസ് ചെയ്ത് എൻ്റെ ക്ലാസ് കേൾക്കുന്നവരുണ്ട്. അപ്പം മാക്സിമം 2 കൂട്ടർക്കും ഗുണമുണ്ടാകുന്ന രീതിയിൽ നമ്മൾ ക്ലാസ്സസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ശ്രമിക്കും. ഓക്കെ. അപ്പം ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ എന്തൊക്കെ നമ്മൾ വോളണ്ടറി വൈൻഡിങ് അപ്പ് പഠിച്ചത്?
നമ്മുടെ റെസൊല്യൂഷൻ പാസ്സാക്കുന്ന ടൈമിൽ നമ്മുടെ ടോട്ടൽ പാർട്ട്നേഴ്സ് ഈ 3/4 പാർട്ട്നേഴ്സിനെങ്കിലും അപ്രൂവൽ വേണം. പാർട്ട്നേഴ്സിന് മാത്രം പോരാ, നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ സെക്യൂർഡ് ആയിക്കോട്ടെ അൺസെക്യൂർഡ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ക്രെഡിറ്റേഴ്സിനായാലും അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് വോളണ്ടറി വൈനികം നടത്താൻ പറ്റത്തുള്ളൂ. ഇനി എന്താ പറയുന്നത്, ഫോം നമ്പർ 1 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. റെസൊല്യൂഷൻ്റെ കോപ്പി നമ്മൾ 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യണം. പിന്നെ എന്താ പറയുന്നത്, അതായത് നോട്ടീസ് ഓഫ് എനി ഡെസിഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ് ഷാൾ ബി ഗിവൺ ദ രജിസ്ട്രാർ ഫോം നമ്പർ 5 വിത്തിൻ 15 days ഫ്രം ദ റെസിപ്റ്റ് ഓഫ് കൺസെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ് കിട്ടി 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തോ ചെയ്യണം, ഒരു ഫോം നമ്പർ 5 രജിസ്ട്രാറിന് അത് നൽകണം. ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ് കിട്ടുന്ന നോട്ടീസ് ഫോം നമ്പർ 5 രജിസ്ട്രാറിന് നൽകണം. LLP ഷാൾ ബി വിത്തിൻ 14 days ഓഫ് റെസിപ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് കൺസെൻറ്റ് ഗിവ് ദ നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ ബൈ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പർ സർക്കുലേറ്റിംഗ് ഇൻ ദ ഡിസ്ട്രിക്ട് വെയർ ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓർ ദ പ്രിൻസിപ്പൽ ഓഫീസ് ഓഫ് ദ LLP സിറ്റുവേറ്റഡ്. അതായത് നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റ് വാങ്ങിയ ശേഷം റെസൊല്യൂഷൻ്റെ നോട്ടീസ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് ഡിസ്ട്രിക്റ്റിലാണ്, ഏത് പ്രിൻസിപ്പൽ പ്ലേസിലാണ് നമ്മുടെ രജിസ്റ്റർ ഓഫ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ആ പ്ലേസിലുള്ള ന്യൂസ് പേപ്പറിൽ വേണം നമ്മൾ റെസൊല്യൂഷൻ നോട്ടീസ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാൻ. ഇത്രയും ക്ലിയർ ആയി. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്, നമ്മുടെ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്തൊട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായ ഡേറ്റ് തൊട്ട് നമ്മുടെ വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്ത് നമ്മൾ കണക്കാക്കും, ഡീം ചെയ്യുന്ന പറയുന്നത്. ഇനി ദ മെജോറിറ്റി ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നർ ഷാൾ മേക്ക് എ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഇൻ ഫോം നമ്പർ 2 ദാറ്റ് ഇറ്റ് വിൽ ബി ഏബിൾ ടു പേസ് ഡെപ്റ്റ് ഇൻ ഫുൾ വിത്തിൻ സച്ച് പീരീഡ് ആസ് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ ഡിക്ലറേഷൻ ബട്ട് നോട്ട് എക്സീഡിങ് 1 year ഫ്രം ദ കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ്. എന്താ മക്കൾ അതിൽ പറയുന്നത്, അതായത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ അല്ലേ, മെജോറിറ്റി ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ നമ്മുടെ LLPയിൽ ഇപ്പം 5 or 6 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ കാണും മൊത്തത്തിൽ. അതിൽ 3 or 4 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ, അതായത് മെജോറിറ്റി ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറും ഒരു ഡിക്ലറേഷൻ കൊടുക്കണം ഫോം നമ്പർ 2. ആ ഡിക്ലറേഷൻ എന്തോ കൊടുക്കേണ്ടത്, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്ന് പറഞ്ഞ ഡിക്ലറേഷൻ വേണം അവർ കൊടുക്കാൻ ഫോം നമ്പർ 2. ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസിന് അക്കൗണ്ട്സ് പഠിച്ച ഓർമ്മയുണ്ടോ മക്കളെ, അത് തന്നെ ഇവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ LLPക്ക് എന്തെങ്കിലും ഡെപ്റ്റ്സോ കാര്യങ്ങളോ ഉണ്ട്, അത് പേ ഓഫ് ചെയ്യാനുള്ള എബിലിറ്റി നമുക്കുണ്ട്, അത് പേ ഓഫ് ചെയ്യാനുള്ള ഏബിൾ നമുക്കുണ്ട് എന്ന് ഒരു ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഫോം നമ്പർ 2 നമ്മുടെ മെജോറിറ്റി ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ കൊടുത്തിരിക്കണം. അത് എപ്പോഴാണ് കൊടുത്തിരിക്കേണ്ടത്, ആ ഡിക്ലറേഷൻ എപ്പോഴാണ് കൊടുത്തിരിക്കേണ്ടത്, ബട്ട് നോട്ട് എക്സീഡിങ് 1 year ഫ്രം ദ കമൻസ്മെൻറ്റ് വൈൻഡിങ് അപ്പ്. നമ്മുടെ വൈൻഡിങ് അപ്പ് കമൻസ്മെൻറ്റ് ചെയ്ത ആ ഡേറ്റ് തൊട്ട് ആ 1 year അങ്ങനെ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി നമ്മുടെ ഫോം നമ്പർ 2 നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ കൊടുത്തിരിക്കണം. ക്ലിയർ ആയോ? ക്ലിയർ. ഇനി ദ ഡിക്ലറേഷൻ ഷാൾ ബി ഡെലിവേർഡ് ടു ദ രജിസ്ട്രാർ ഇൻ ഫോം നമ്പർ 3 വിത്തിൻ 15 days ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദ റെസൊല്യൂഷൻ ഫോർ വൈൻഡിങ് അപ്പ്. അതായത് നമ്മൾ ആ കൊടുക്കുന്ന ആ ഡിക്ലറേഷനെ എവിടെയാണ് പറഞ്ഞത്, ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി ഇവിടെ താഴെയും പറഞ്ഞത് എന്താ പറഞ്ഞത്, നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പുള്ള 15 ദിവസത്തിനുള്ളിൽ, സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പുള്ള 15 ദിവസത്തിനുള്ളിലെങ്കിലും നമ്മൾ രജിസ്ട്രാറിന് ഈ ഡിക്ലറേഷൻ ഡെലിവർ ചെയ്തിരിക്കണം. അതും ഫോം നമ്പർ 3 വേണം ഡെലിവർ ചെയ്യാൻ. എന്താ പറഞ്ഞത്, നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പുള്ള 15 ദിവസത്തിന് മുമ്പ് ഫോം നമ്പർ 3 നമ്മുടെ രജിസ്ട്രാറിന് ഈ ഡിക്ലറേഷൻ ഡെലിവർ ചെയ്ത് കൊടുത്തിരിക്കണം. ആര് കൊടുക്കണം, നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ വേണം കൊടുക്കാൻ. ഇനി ദ ഡിക്ലറേഷൻ ഷാൾ ബി അക്കംപനിഡ് ബൈ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഇൻ ഫോം നമ്പർ 4 ഫോർ ദ പീരീഡ് കമൻസിങ് ഫ്രം ദ ഡേറ്റ് അപ് ടു വിച്ച് ദ ലാസ്റ്റ് അക്കൗണ്ട് വാസ് പ്രിപ്പയർഡ് ഡ്യൂലി അറ്റസ്റ്റഡ് ബൈ അറ്റ് ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ്. എന്താ അതിൽ പറഞ്ഞത്, അതായത് നമ്മുടെ 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറെങ്കിലും അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള, നമ്മുടെ അറ്റ്ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറും നമ്മുടെ LLPയിലുള്ള 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറും അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, നമ്മുടെ LLPയിലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഫോം നമ്പർ 4 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസിയുടെ കൂടെ അക്കംപനി ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസി സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുന്നതിന് 15 ദിവസം മുമ്പ് ആർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ രജിസ്ട്രാറിന് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ എന്തോടെ കൊടുക്കണം മക്കളെ, ശ്രദ്ധിച്ച് കേട്ടെ. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അറ്റ്ലീസ്റ്റ് 2 ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ നമ്മുടെ ഫോം നമ്പർ 4 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന സ്റ്റേറ്റ്മെൻറ്റും കൂടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസിയുടെ കൂടെ അക്കംപനി ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നൊക്കെ നമുക്ക് പറയാം. ക്ലിയർ ആയോ? ഇനി പറഞ്ഞു നോക്കിക്കേ. ദ ഡിക്ലറേഷൻ ഷാൾ ആൾസോ ബി അക്കംപനിഡ് ബൈ എ റിപ്പോർട്ട് ഓഫ് ദ വാല്യുവേഷൻ ഓഫ് ദ അസറ്റ് ഓഫ് ദ LLP പ്രിപ്പയർഡ് ബൈ വാല്യൂവർ. എന്താ അതിൽ പറഞ്ഞത്, നമ്മുടെ അസറ്റ് വാല്യൂ ചെയ്തൊരു റിപ്പോർട്ടുണ്ട്, ആ റിപ്പോർട്ടും
കൂടെ നമ്മൾ അക്കമ്പനി ചെയ്ത് കൊടുക്കണം. അതും ആര് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്? നമ്മുടെ വാല്യൂവർ തയ്യാറാക്കിയ റിപ്പോർട്ട് വേണം നമ്മൾ അക്കമ്പനി ചെയ്ത് കൊടുക്കാൻ. അസറ്റ് വാല്യൂ ചെയ്ത റിപ്പോർട്ട് നമ്മുടെ വാല്യൂവർ പ്രിപ്പയർ ചെയ്ത അസറ്റ് വാല്യൂ ചെയ്ത റിപ്പോർട്ടും കൂടെ നമ്മൾ ആ 2 കാര്യത്തിനും കൂടെ അക്കമ്പനി ചെയ്ത് കൊടുക്കണം. ഏതൊക്കെ 2 കാര്യങ്ങൾ? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോൾവൻസിയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസിനും കൂടെ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് വാല്യൂ ഓഫ് അസറ്റും കൂടെ അല്ലെ റിപ്പോർട്ട് ടു ദ വാല്യൂ ഓഫ് അസറ്റും കൂടെ നമ്മുടെ ആര് തയ്യാറാക്കിയതാ? നമ്മുടെ വാല്യൂവർ തയ്യാറാക്കിയതും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്ത് കൊടുക്കണം, അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം. ഇത് റിവൈസ് ചെയ്ത് പോലെ പിന്നെ പ്രശ്നവും. നോക്കിയേ, മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് എന്തൊക്കെയാണ് പറയുന്നത്? 2 മോഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മോഡ്സ് നമ്മളിപ്പോൾ പഠിച്ചത് വോളണ്ടറിലി വൈൻഡിങ് അപ്പ്, രണ്ടാമത്തെ ട്രിബ്യൂണൽ നമ്മളിനി പഠിക്കും. വോളണ്ടറി വൈൻഡിങ് നമ്മൾ എന്താ പഠിച്ചത്? ദ LLP മേ ബി വൂണ്ട് അപ്പ് വോളണ്ടറിലി ഇഫ് ദ LLP പാസ് എ റെസൊല്യൂഷൻ. LLP വോളണ്ടറിലായിട്ട് വൈൻഡ് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണമെങ്കിൽ എന്തോ വേണം? അവിടെയുള്ള പാർട്ട്നേഴ്സിനെ, അവിടെയുള്ള LLPയുള്ള മൊത്തം പാർട്ട്നേഴ്സിനെയും 3/4 പാർട്ട്നേഴ്സെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്രൂവൽ കൊടുത്തിരിക്കണം. രണ്ടാമത് പറഞ്ഞാൽ എന്താ? അപ്രൂവൽ നമ്മുടെ പാർട്ട്നേഴ്സ് മാത്രം അപ്രൂവൽ കൊടുത്താൽ മതിയോ? അല്ല, അവിടെയുള്ള ക്രെഡിറ്റേഴ്സ് സെക്യൂർഡ് ആയിക്കോട്ടെ അൺസെക്യൂർഡ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള ക്രെഡിറ്റേഴ്സിനെ ആയാലും അപ്രൂവൽ വാങ്ങിയിരിക്കണം. പിന്നെ എന്താ പറഞ്ഞത്? എ കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഷാൾ ബി ഫൈൽഡ് വിത്ത് ദ രജിസ്ട്രാർ വിത്തിൻ 13 days ഓഫ് ദ പാസിംഗ് റെസൊല്യൂഷൻ ഫോം നമ്പർ 1. അതായത് ഫോം നമ്പർ 1 നമ്മുടെ റെസൊല്യൂഷൻ്റെ കോപ്പി 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. പിന്നീട് നമ്മൾ പറഞ്ഞത് നോട്ടീസ് ഓഫ് എനി ഡിസിഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ് ഷാൾ ബി ഗിവൺ രജിസ്ട്രാറിന് ഫോം നമ്പർ 5 വിത്തിൻ 15 days. അതായത് നമ്മുടെ ക്രെഡിറ്റേഴ്സിനെ കൺസെൻറ്റ് വാങ്ങി വിത്തിൻ 15 days ഫോം നമ്പർ 5 രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്ത് കൊടുത്തിരിക്കണം. ആ നോട്ടീസ് രജിസ്ട്രാറിന് ഫയൽ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. പിന്നീട് എന്താ? നമ്മുടെ ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റ് വാങ്ങിയ ശേഷം റെസൊല്യൂഷൻ നോട്ടീസ് നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് ഡിസ്ട്രിക്റ്റിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ആ ഡിസ്ട്രിക്റ്റിലുള്ള രജിസ്റ്റേർഡ് ഓഫീസ് ആ ഡിസ്ട്രിക്റ്റിലുള്ള ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. പിന്നീട് എന്താ? വോളണ്ടറി വൈൻഡിങ് ഷാൾ ബി ഡീംഡ് ടു കമൻസ് ഓൺ ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് റെസൊല്യൂഷൻ പാസ്സായിട്ടില്ല ആ ഡേറ്റ് തൊട്ട് നമ്മുടെ വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്ത് നമ്മൾ കണക്കാക്കും. പിന്നെന്താ? നമ്മുടെ LLPയുടെ മെജോറിറ്റി ഓഫ് ഒരുപാട് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അതിൽ മെജോറിറ്റി ഓഫ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറെങ്കിലും ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. ഫോം നമ്പർ 2 ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. എന്തോ ഡിക്ലറേഷൻ കൊടുക്കണേ? ഡിക്ലറേഷൻ ഓഫ് സോൾവൻസ് എന്ന ഡിക്ലറേഷൻ കൊടുക്കണം. ആ ഡിക്ലറേഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ LLPക്ക് എന്ത് തരത്തിലുള്ള ഡെപ്റ്റ്സ് ഉണ്ടെങ്കിലും അത് നമുക്ക് ഏബിൾ ചെയ്യാൻ പറ്റുമെന്നുള്ള ഡിക്ലറേഷൻ വേണം കൊടുക്കാൻ. അത് നമ്മളതിൽ LLP സോൾവൻ്റ് ആണെന്നുള്ള ഡിക്ലറേഷൻ വേണം കൊടുക്കാനെന്നാണ് പറയുന്നത്. അതും നമ്മുടെ വൈൻഡിങ് അപ്പ് തുടങ്ങി 1 വർഷത്തിനുള്ളിൽ തന്നെ അതിന് ഡിക്ലറേഷനും നമ്മൾ ഡെലിവർ ചെയ്തിരിക്കണം. പിന്നീട് എന്താ പറയുക? ദ ഡിക്ലറേഷൻ ഷാൾ ബി ഡെലിവേർഡ് ടു രജിസ്ട്രാർ ഫോം നമ്പർ 3 വിത്തിൻ 15 days ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദ റെസൊല്യൂഷൻ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് ദ LLP. നമ്മുടെ റെസൊല്യൂഷൻ പാസ് ചെയ്യുന്നതിന് മുമ്പുള്ള 15 ദിവസത്തിനുള്ളിലെങ്കിലും നമ്മൾ ഫോം നമ്പർ 3 ഇങ്ങനെ ഈ ഡിക്ലറേഷൻ ഈ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി എന്ന ഡിക്ലറേഷൻ നമ്മൾ രജിസ്ട്രാറിന് ഡെലിവർ ചെയ്ത് കൊടുത്തിരിക്കണം. ആരെ ഡെലിവർ ചെയ്ത് കൊടുക്കണ്ടേ? നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിരിക്കണം ഡെലിവർ ചെയ്ത് കൊടുക്കണ്ടേ. അതിൻ്റെ കൂടെ ഈ ഡിക്ലറേഷൻ ഓഫ് സോൾവൻസിലൂടെ നമ്മൾ എന്തുകൂടെ അക്കമ്പനി ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എന്തും കൂടെ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസും കൂടെ ഫോം നമ്പർ 4 നമ്മൾ അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതും ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ തന്നെയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒന്നും അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെ അക്കമ്പനി ചെയ്ത് കൊടുക്കണം. ഏതാ? നമ്മുടെ വാല്യൂവർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അസറ്റ് വാല്യൂ ചെയ്ത റിപ്പോർട്ടും കൂടെ നമ്മൾ അക്കമ്പനി ചെയ്ത് അതിൻ്റെ കൂടെ കൊടുക്കണം. ക്ലിയർ ആയോ? ഇത്രയും ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ വളരെ സമയമെടുത്ത് മുമ്പ് പഠിച്ചവർക്ക് കുറച്ച് ബോറടി തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെ പതുക്കെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. ഇനി LLP ലിക്വിഡേറ്ററിനെ പറ്റി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ആരാ മക്കളെ LLP ലിക്വിഡേറ്റർ? പറഞ്ഞുതരാം. അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. എന്താ? നമ്മുടെ കമ്പനി, നമ്മുടെ LLP ആയിക്കോട്ടെ, നമ്മുടെ കമ്പനി ആയിക്കോട്ടെ, നമ്മുടെ പാർട്ണർഷിപ്പ് ഫാം ആയിക്കോട്ടെ, അതായത് നമ്മുടെ കമ്പനിയും LLP ഒക്കെ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസറിനെ അവരെ ഏൽപ്പിക്കും. ആ ഓഫീസറിനെ ഒരു ഓഫീസറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഓഫീസറിനെ പറയുന്ന പേരാണ് ലിക്വിഡേറ്റർ. നമ്മുടെ LLP വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അയാൾ നമുക്ക് എന്ത് വിളിക്കാം? LLP ലിക്വിഡേറ്റർ എന്ന് വിളിക്കാം. കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസറിനെ ഏൽപ്പിക്കുന്നെങ്കിൽ അയാളെ നമുക്ക് കമ്പനി ലിക്വിഡേറ്റർ എന്ന് വിളിക്കാം. ഇവിടെ നമ്മൾ LLPയുടെ കാര്യം, അപ്പോൾ LLPയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ LLPയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം LLP ലിക്വിഡേറ്ററെ പറ്റി നമ്മൾ പറഞ്ഞത്. നമ്മളെ ഇങ്ങനെയുള്ള ഈ ലിക്വിഡേറ്റർ വേണം നമ്മുടെ
എല്ലാ കാര്യങ്ങളും ഇനി നോക്കാൻ നമ്മുടെ വൈൻഡപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നോക്കണം നമ്മുടെ ലിക്വിഡേറ്ററുടെ ചുമതലയാണ്. അവിടെ നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിനോ നമ്മുടെ മറ്റുള്ള പാർട്ട്നേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ ഒന്നും യാതൊരു തരത്തിലുള്ള അവകാശം ഒന്നുമില്ല. എല്ലാം ചെയ്യേണ്ട ഡ്യൂട്ടീസ് എല്ലാം ആരുടെ? നമ്മുടെ ലിക്വിഡേറ്റർ വേണം എല്ലാ ഡ്യൂട്ടീസും ചെയ്യാൻ. നമുക്ക് നോക്കാം. പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അഡ്വക്കേറ്റ്, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി, പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട് ഓർ ഫേംസ് ഓർ ബോഡി കോർപ്പറേറ്റ് ഹാവിംഗ് ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അഡ്വക്കേറ്റ്, കമ്പനി സെക്രട്ടറീസ്, കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് സച്ച് അതർ പ്രൊഫഷണൽസ് as may be notified by the സെൻട്രൽ ഗവൺമെൻറ്. അതായത് നമ്മുടെ LLP ലിക്വിഡേറ്റർ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ ആർക്കൊക്കെ പറ്റും? ഒരു പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന് കഴിയും, ഒരു അഡ്വക്കേറ്റിന് കഴിയും, ഒരു പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിക്ക് കഴിയും, ഒരു പ്രാക്ടീസിങ് കോസ്റ്റ് അക്കൗണ്ട് കഴിയും, അല്ലെങ്കിൽ നമ്മുടെ CMയുടെ ഫേം അല്ലേ ഫേമിന് കഴിയും, ഒരു ബോഡി കോർപ്പറേറ്റിന് കഴിയും, ബോഡി കോർപ്പറേറ്റ് കഴിയും. പക്ഷേ അതെങ്ങനെ? അവിടെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കണം, അഡ്വക്കേറ്റ്സ് ഉണ്ടായിരിക്കണം, ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടായിരിക്കണം, ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കണം. സച്ച് അതർ പ്രൊഫഷണൽസ്, മറ്റുള്ള പ്രൊഫഷണൽസിനും കഴിയും. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റുള്ള പ്രൊഫഷണൽസിനും നമ്മുടെ LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇനി the LLP shall within 13 days of passing resolution shall appoint LLP liquidator only after it's approved 2/3 of the creditors in the value of LLP. എന്താ അതിൽ പറയുന്നത്? നമ്മുടെ LLPയെ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസം നമ്മുടെ LLP അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. പക്ഷേ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫുൾ ക്രെഡിറ്റ് ഇപ്പം നമുക്കൊരു 4-5 ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ആ ക്രെഡിറ്റേഴ്സിൽ 2/3 ക്രെഡിറ്റേഴ്സുകൾ അപ്രൂവ് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മുടെ LLP ലിക്വിഡേറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ നമ്മളെ ക്രെഡിറ്റേഴ്സിന് അപ്രൂവ് കിട്ടിയ ശേഷം 30 ദിവസത്തിനുള്ളിൽ നമുക്ക് LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണം. പക്ഷേ അവിടെ നമ്മുടെ ആരുടെ സമ്മതം വേണം, അല്ലെങ്കിൽ ആരുടെ അപ്രൂവൽ വേണം? നമ്മുടെ അറ്റ്ലീസ്റ്റ് 2/3 ക്രെഡിറ്റേഴ്സിനെങ്കിലും അപ്രൂവൽ വേണം. ഇഫ് ദ ക്രെഡിറ്റേഴ്സ് ഡു നോട്ട് അപ്രൂവ് ദിസ് അപ്പോയിൻമെൻറ്റ് നൽകുന്നതിൽ നമ്മുടെ ക്രെഡിറ്റേഴ്സ് അപ്രൂവ് ചെയ്തില്ലെങ്കിൽ അത് ക്രെഡിറ്റേഴ്സ് തന്നെ അനുകൂലിച്ചില്ല എങ്കിൽ ദേ അപ്പോയിൻറ്റ് അനദർ LLP ലിക്വിഡേറ്റർ ആൻഡ് ഫിക്സ് ദ റെമ്യൂണറേഷൻ. പിന്നെ ആ LLP അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ LLP ലിക്വിഡേറ്ററിനെ പിന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡ്യൂട്ടി നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ ഡ്യൂട്ടിയാണ്. ക്രെഡിറ്റേഴ്സ് വേണം അവർ അപ്പോയിൻറ്റ് ചെയ്യാനും അവർക്കുള്ള റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനും ചെയ്യേണ്ടത് പിന്നെ ആരാ? നമ്മുടെ ക്രെഡിറ്റേഴ്സ് വേണം. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് അപ്രൂവൽ നൽകിയെങ്കിൽ നമ്മുടെ മോളി പറഞ്ഞ പോലെ CAക്കാരും CMAക്കാരും അഡ്വക്കേറ്റ്സും അവരാരെങ്കിലും അപ്പോയിൻറ്റ് ചെയ്താൽ മതിയെന്ന്. പക്ഷേ ക്രെഡിറ്റേഴ്സ് അപ്രൂവൽ നൽകാത്ത പക്ഷം ക്രെഡിറ്റേഴ്സ് വേണം ഇനിയുള്ള LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ, അവിടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനും നമ്മുടെ ക്രെഡിറ്റേഴ്സ് വേണം ചെയ്യാൻ. ഇനി ഇഫ് നോ ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ്, ട്രിബ്യൂണൽ മേ അപ്പോയിൻറ്റ് ആൻ LLP ലിക്വിഡേറ്റർ ഓൺ സച്ച് റെമ്യൂണറേഷൻ മേ ബി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്. എന്താ നമുക്ക് അതിൽ പറഞ്ഞത്? ട്രിബ്യൂണൽ മേ അപ്പോയിൻറ്റ് ആൻ LLP ലിക്വിഡേറ്റർ ഓൺ സച്ച് റെമ്യൂണറേഷൻ ആസ് മേ ബി ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്. ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മൾ ക്രെഡിറ്റേഴ്സും ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ട്രിബ്യൂണലിന് LLPയെ അപ്പോയിൻറ്റ് ചെയ്യാം. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ടോപ്പ് അതോറിറ്റീസിന് LLP അപ്പോയിൻറ്റ് ചെയ്യാം. അവർക്ക് വേണ്ട റെമ്യൂണറേഷനും അവർക്ക് തന്നെ ഡിറ്റർമിൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഇനി റിമൂവൽ ഓഫ് LLP ലിക്വിഡേറ്റർ, നമുക്ക് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ അധികാരമുണ്ട്, അതുപോലെ ലിക്വിഡേറ്ററിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരമുണ്ട്. നോക്കാം. ട്രിബ്യൂണൽ ഓർ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ registrar or partners or creditors may remove an LLP liquidator and appoint any other LLP liquidator. ട്രിബ്യൂണലിന് അല്ലെങ്കിൽ രജിസ്ട്രാറിനോ പാർട്ട്നേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ എന്തെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. LLP ലിക്വിഡേറ്ററിന് ഇപ്പം ഇരിക്കുന്ന ലിക്വിഡേറ്ററിനെ റിമൂവ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാറിനോ പാർട്ട്നേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ കൊടുക്കാം, ട്രിബ്യൂണലിനും കൊടുക്കാം. ട്രിബ്യൂണൽ ഓർ ഓൺ LLP ലിക്വിഡേറ്റർ റിമൂവ് ചെയ്യാനുള്ള അവകാശം അവർക്ക് കൊടുക്കാം. അതുപോലെ ആ LLP ലിക്വിഡേറ്റർ നമ്മൾ റിമൂവ് ചെയ്താൽ നമ്മൾ അടുത്ത നിമിഷം തന്നെ, അടുത്ത സെക്കൻഡ് തന്നെ അടുത്ത LLP ലിക്വിഡേറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. മറ്റൊരു LLP ലിക്വിഡേറ്റർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഒരു ലിക്വിഡേറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ LLP വൈൻഡിങ് അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് അതിൻ്റെ അർത്ഥം. ഇനി ബിഫോർ റിമൂവൽ ദ ലിക്വിഡേറ്റർ ഷാൾ ബി ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ്. നമ്മൾ ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ലിക്വിഡേറ്ററിനെ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ ആളുടെ ഭാഗം ഒന്ന് കേൾക്കാൻ തയ്യാറാണോ? അത് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ. നമ്മളിപ്പം ഒരു സ്ഥാപനത്തിൽ നമ്മളെ പറഞ്ഞു വിടുന്നതിന് മുമ്പ് നമ്മളവിടെ ചെയ്ത തെറ്റ് എന്താണെന്ന് അറിയാൻ അവകാശം നമുക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ ലിക്വിഡേറ്ററിന് വന്ന അവകാശമുണ്ട്. നമ്മൾ LLP ലിക്വിഡേറ്ററിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ആ ലിക്വിഡേറ്ററിൻ്റെ ഭാഗം കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആ ലിക്വിഡേറ്റർ നമ്മൾ കൊടുത്തിരിക്കണം. അതാ പറഞ്ഞത് ബിഫോർ റിമൂവൽ ഓഫ് ദ ലിക്വിഡേറ്റർ ഷാൾ ബി ഗിവൺ എ റീസണബിൾ ഓപ്പർച്യൂണിറ്റി ഓഫ് ബീയിങ് ഹിയർഡ്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇതാണ് നമ്മൾ ലിക്വിഡേറ്ററിനെ പറ്റി പഠിച്ചത്. എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്ക് കുറച്ചും കൂടെ പഠിച്ചിട്ട് അത് ഒന്ന് റിവൈസ് ചെയ്യാം.
ഇനി ഡ്യൂട്ടീസ് ഓഫ് LLP ലിക്വിഡേറ്റർ. LLP ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടീസിനെ പറ്റി പറഞ്ഞത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു. LLP ലിക്വിഡേറ്ററിന് നമ്മുടെ നല്ല ഡ്യൂട്ടീസുണ്ട്. നമ്മുടെ പാർട്ട്നേഴ്സും ക്രെഡിറ്റേഴ്സും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇനി ചെയ്യേണ്ടത് ആരാ? അല്ലെങ്കിൽ അവർക്കൊന്നും ഇനി ഇവിടെ നമ്മുടെ LLPയിൽ അധികാരമില്ല, അവർക്കൊന്നും ഇനി ഒരു ഡ്യൂട്ടീസും ഇല്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മുടെ LLP ലിക്വിഡേറ്ററാണ് ചെയ്യേണ്ടത്. ആ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. On appointment of a LLP liquidator, all the power of the designated partners and other partners case shall, except for the purpose of giving notice of such appointment of the LLP liquidator to the registrar. LLP liquidator appointment ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ എല്ലാ പവേഴ്സും നമ്മുടെ LLP ലിക്വിഡേറ്ററിന് മാത്രമായിരിക്കും. അവളുടെ പാർട്ട്നേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ ഒന്നും, അല്ലെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിനോ മറ്റുള്ള പാർട്ട്നേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ യാതൊരു തരത്തിലുള്ള പവറുമില്ല. എന്നാൽ അവിടെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടെന്ന് നോക്കാം. എക്സെപ്ഷൻ കേസ് എന്താ? ഷാൾ സീസ് എക്സെപ്റ്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഗിവിംഗ് നോട്ടീസ് ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് ഓഫ് LLP ലിക്വിഡേറ്റർ ടു ദ രജിസ്ട്രാർ. അതായത് നമ്മുടെ രജിസ്ട്രാറിന് നോട്ടീസ് അയക്കാനുള്ള പവർ നമ്മുടെ പാർട്ട്ണറിനുണ്ട്, നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറുണ്ട്, മറ്റുള്ള പാർട്ട്നേഴ്സിന് ഉണ്ട്. അതാണ് നമ്മുടെ ലിക്വിഡേറ്ററിന് അപ്പോയിൻമെൻറ്റ് ചെയ്ത് നമ്മുടെ നോട്ടീസ് അയക്കാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ അവിടെയുള്ള പാർട്ട്നേഴ്സിനെ, ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സാധാരണ ഇത് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർക്കും അപ്പോൾ ഡെസിഗ്നേറ്റിന് പണം അങ്ങനെയുള്ള അവകാശമുണ്ട്. ബാക്കി ആ ഒരു കാര്യം വെച്ച് ബാക്കി എല്ലാ കാര്യത്തിലും ലിക്വിഡേറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ പവേഴ്സും ആർക്ക് മാത്രമായിരിക്കും? ലിക്വിഡേറ്ററിന് മാത്രം ആയിരിക്കും. ഇനി റൂൾ 14 പ്രിസ്ക്രൈബ് ദ ഫോളോയിങ് ഡ്യൂട്ടീസ്. റൂൾ 14 അദ്ദേഹത്തിന് കുറച്ച് ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഹീ ഷാൾ സെറ്റിൽ ദ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്നേഴ്സ്. LLP ലിക്വിഡേറ്റർ, അതായത് നമ്മുടെ LLP ലിക്വിഡേറ്റർ ആദ്യമേ എന്ത് ചെയ്യേണ്ട ഡ്യൂട്ടീസ് എന്താണ്? നമ്മുടെ LLPയിലുള്ള ക്രെഡിറ്റേഴ്സിനെയും പാർട്ട്നേഴ്സിനെയും ലിസ്റ്റ് സെറ്റിൽ ചെയ്യണം. പിന്നെ ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഫോർ എനി പർപ്പസ് ഹി മേ കൺസിഡർ നെസസറി. എന്താ പറഞ്ഞത്? ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെയോ ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ വേണമെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും, അല്ലെ അവരുടെ കാര്യങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഇതുണ്ട് എങ്കിൽ അത് അറിയാനുള്ള അവകാശം നമ്മുടെ LLP ലിക്വിഡേറ്ററിനുണ്ട്. അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ വേണമെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യണം, അത് വാങ്ങിച്ചെടുക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ഡ്യൂട്ടി ആർക്കാ? നമ്മുടെ LLP ലിക്വിഡേറ്ററിനാണെന്നാണ് പറഞ്ഞത്. മെയിൻറ്റെയിൻ രജിസ്റ്റർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻ ദ ഫോം ആൻഡ് മാനർ സ്പെസിഫൈഡ്. രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനും ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം, റൈറ്റ്സും ആർക്കുണ്ട്? നമ്മുടെ LLP ലിക്വിഡേറ്ററിനുണ്ട്. ഫൈൻഡ് ദ ഡെപ്റ്റ്സ് ഓഫ് ദ LLP ഷാൽ അഡ്ജസ്റ്റ് ദ റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ് എമംഗ് ദംസെൽസ്. നമ്മുടെ LLPയുടെ ഡെപ്റ്റ്സ് ഫൈൻഡ് ചെയ്യുക, അതുപോലെ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിനൊക്കെയുള്ള ഡ്യൂട്ടീസ് ആർക്കുണ്ട്? നമ്മുടെ LLP ലിക്വിഡേറ്ററിന് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒബ്സർവ് ഡ്യൂ കെയർ ആൻഡ് ഡിലിജൻസ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. എന്താ അതിൽ പറഞ്ഞത്? അതായത് LLP ലിക്വിഡേറ്റർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നല്ല കെയറോട് കൂടി വേണം ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡ്യൂ കെയർ ആൻഡ് ഡിലിജൻസ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഡിലിജൻസോടും കെയറോടും കൂടി വേണം അത് ഒബ്സർവ് ചെയ്തിട്ട് വേണം ആ ഡ്യൂട്ടി ചെയ്യാൻ. ഇത്രയാണ് LLP ലിക്വിഡേറ്ററിനെ പറ്റി നമ്മൾ പഠിച്ചത്. നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം മക്കളെ. ഓക്കെ, എന്താണ് ആരാണ് LLP ലിക്വിഡേറ്റർ? നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ LLP വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസറിനെ നമ്മൾ ആ വൈൻഡിങ് അപ്പ് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ അവിടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നതിന് വേണ്ടി ഒരു ഓഫീസറിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഓഫീസറിൻ്റെ പേരാണ് LLP ലിക്വിഡേറ്റർ. ഈ LLP ലിക്വിഡേറ്റർ ആരാണ് സാധാരണ രീതിയിൽ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ CA കാരനോ, പ്രാക്ടീസ് ചെയ്യുന്ന CA കാരനോ, ഒരു അഡ്വക്കേറ്റോ, ഒരു പ്രാക്ടീസ് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിയോ, ഒരു പ്രാക്ടീസ് ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടൻറ്റോ, ഒരു ഫേംസ് എന്ന് പറഞ്ഞാൽ CAയുടെ ഫേമുണ്ട്, CMAയുടെ ഫേമുണ്ട്, അങ്ങനെ ഫേമില്ല. ആ ഫേംസോ അതുപോലെ ബോഡി കോർപ്പറേറ്റ്സിനും നമ്മുടെ LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട്. പക്ഷേ ആ ബോഡി കോർപ്പറേറ്റ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ, ഒരു അഡ്വക്കേറ്റോ, ഒരു കമ്പനി സെക്രട്ടറി, ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റോ വേണം. ആൻഡ് സച്ച് ദ പ്രൊഫഷണൽസ് ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും പ്രൊഫഷണൽസിനും നമ്മുടെ LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അധികാരമുണ്ട്, പവറുണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ പഠിച്ചത് the LLP shall within 13 days of passing resolution shall appoint LLP liquidator only after it's approved by 2/3 of the creditors is the value of the LLP. എന്താ അതിൽ പറയുന്നത്? നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. പക്ഷേ LLP ലിക്വിഡേറ്ററിനെ ആരുടെ അനുവാദത്തോടാണ് അപ്പോയിൻറ്റ് ചെയ്യാൻ? നമ്മുടെ LLPയുള്ള ക്രെഡിറ്റേഴ്സിൽ 2/3 ക്രെഡിറ്റേഴ്സിനെങ്കിലും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ 30 ദിവസത്തിനുള്ളിൽ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പാടുള്ളൂ.
ഇനി ക്രെഡിറ്റേഴ്സ് നമുക്ക് അപ്രൂവ് നൽകിയില്ല എങ്കിൽ പിന്നെ LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട അടുത്ത ഡ്യൂട്ടി ആർക്കാ? നമ്മുടെ ക്രെഡിറ്റേഴ്സിന് തന്നെ. ക്രെഡിറ്റേഴ്സ് വേണം ഒരു LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ, അവരുടെ വേണ്ട റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യാനുള്ള ഡ്യൂട്ടിയും അവകാശം ആർക്കാ? പവർ ആർക്കാ? പിന്നെ ക്രെഡിറ്റേഴ്സിന് തന്നെയാണ്. ഇനി ക്രെഡിറ്റേഴ്സും അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ, ആരും LLP ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്തില്ലെങ്കിൽ ട്രിബ്യൂണൽ ആ ഡ്യൂട്ടി അങ്ങ് ഏറ്റെടുക്കും. ട്രിബ്യൂണലായിരിക്കും LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നതും അവർക്ക് വേണ്ട റെമ്യൂണറേഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ ട്രിബ്യൂണൽ ആയിരിക്കും. ഇനി അപ്പോയിൻറ്റ് ചെയ്ത LLP ലിക്വിഡേറ്റർ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. അതായത് ട്രിബ്യൂണലിനെ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ രജിസ്ട്രാറിനോ ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ LLP ലിക്വിഡേറ്ററിനെ റിമൂവ് ചെയ്യാം. പക്ഷേ LLP ലിക്വിഡേറ്റർ റിമൂവ് ചെയ്താൽ തന്നെ മറ്റൊരു LLP ലിക്വിഡേറ്റർ നമ്മളവിടെ കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവിടെ വൈൻഡിങ് അപ്പ് അവിടെ നടക്കത്തുള്ളൂ. LLP ലിക്വിഡേറ്റർ നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ്, പഴയ LLP ലിക്വിഡേറ്റർ നമ്മൾ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കണം. ഇതാണ് നമ്മൾ LLPയെ പറ്റി പഠിച്ചത്. പിന്നെന്താ പഠിച്ചത്? ഡ്യൂട്ടീസ് ഓഫ് LLP ലിക്വിഡേറ്റർ. നമ്മുടെ LLP ലിക്വിഡ് അപ്പോയിൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ അധികാരം, LLPയുടെ എല്ലാ അധികാരം നമ്മുടെ LLP ലിക്വിഡേറ്ററിന് മാത്രമായിരിക്കും. അവിടെ പാർട്ട്നേഴ്സിനോ ക്രെഡിറ്റേഴ്സിനോ ഒന്നും ആർക്കും കാണത്തില്ലെന്ന, ഡിസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സൊന്നും കാണില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു ചെറിയൊരു എക്സംഷൻ ഉണ്ട്. ഒരു കാര്യത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിലും LLPക്ക് ആയിരിക്കും അവകാശം. ഏതാ കാര്യം? നമ്മുടെ LLP അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുള്ള കാര്യം രജിസ്ട്രാറിനെ അറിയിക്കാനുള്ള നോട്ടീസ്, രജിസ്ട്രാറിന് കൊടുക്കാനുള്ള അവകാശം പാർട്ട്ണറിന്, നമ്മുടെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറിന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ട്ണറിന് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെ റൂൾ 14 കുറച്ച് ഡ്യൂട്ടീസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹി ഷാൾ സെറ്റിൽ ദ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്നേഴ്സിനെയും ക്രെഡിറ്റേഴ്സിനെയും ലിസ്റ്റ് സെറ്റിൽ ചെയ്യാൻ പറ്റും. പിന്നെന്താ? ഏതെങ്കിലും കാര്യത്തിൽ obtain approval of partners or creditors for any purpose he may consider necessary. ഏതെങ്കിലും കാര്യത്തിൽ നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെയോ ക്രെഡിറ്റേഴ്സിനോ അപ്രൂവൽ വേണമെങ്കിൽ അത് ഒപ്റ്റെയിൻ ചെയ്യാനുള്ള റൈറ്റും നമ്മുടെ ആർക്കുണ്ട്? LLP ലിക്വിഡേറ്ററിന് ഉണ്ട്. മെയിൻറ്റെയിൻ രജിസ്റ്റർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്. നമ്മുടെ LLPയിലെ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ ഡ്യൂട്ടി, അതൊക്കെ ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ LLP ലിക്വിഡേറ്ററിൻ്റെ ഡ്യൂട്ടിയാണ്. ഫൈൻഡ് ദ ഡെപ്റ്റ്സ് ഓഫ് ദ LLPയുടെ ഡെപ്റ്റ്സ് ഫൈൻഡ് ചെയ്യാനും, ഷാൾ അഡ്ജസ്റ്റ് ദ റൈറ്റ്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് അമംഗ് ദംസെൽസ്. പാർട്ട്നേഴ്സിനെ റൈറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യാനുമുള്ള അവകാശമുള്ള ഡ്യൂട്ടി അതൊക്കെ ആരുടെ? അതായത് നമ്മുടെ LLP ലിക്വിഡേറ്ററിൻ്റെയാണ്. ഒബ്സർവ് ഡ്യൂ കെയർ ആൻഡ് ഡിലിജൻസ് ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ് കെയറോടുകൂടി കെയറോടുകൂടി അത് ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ LLP ലിക്വിഡേറ്ററിനെ പറ്റി പഠിച്ചത്. ക്ലിയർ ആയോ? ഇനി നോക്കിക്കേ, വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ. രണ്ടാമത്തെ മോഡ്സാണ് വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ. അതിലെന്താ കൊടുത്തേക്ക് നോക്കാം. ട്രിബ്യൂണൽ, അതായത് നമ്മുടെ ട്രിബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരം നമ്മുടെ LLP വൈൻഡിങ് അപ്പ് ചെയ്യുന്നതാണ് നമ്മൾ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. നോക്കാം. റൂൾ 26 പ്രൊവൈഡ് ദാറ്റ് ആപ്ലിക്കേഷൻ ഓഫ് ട്രിബ്യൂണൽ ഫോർ വൈൻഡിങ് അപ്പ് ഓഫ് LLP ഷാൾ ബി പെറ്റീഷൻ പ്രസൻറ്റ് ബൈ. നമ്മുടെ ട്രിബ്യൂണൽ അങ്ങനെ ഓർഡർ ഇടണമെങ്കിൽ ട്രിബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരമാണ് LLP വൈൻഡപ്പ് ചെയ്യുന്നതിന് നമ്മൾ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ട്രിബ്യൂണൽ അങ്ങനെ ഓർഡർ ഇടണമെങ്കിൽ ചുമ്മാ ട്രിബ്യൂണൽ അപ്പം ഇങ്ങനെ ഇവിടെ ഒരു LLP ഉണ്ട്, LLP നമുക്ക് വൈൻഡിങ് അപ്പ് ചെയ്യാൻ ചുമ്മാ പറയാൻ പറ്റും? പറ്റത്തില്ല. എന്തുകൊണ്ട് പറ്റത്തില്ല? അങ്ങനെയുള്ള അവകാശം നമ്മൾ ആക്കില്ല. പക്ഷേ നമ്മുടെ ട്രിബ്യൂണലിന് ഒരു പെറ്റീഷൻ കിട്ടിയാൽ, ഒരു പെറ്റീഷൻ പ്രസൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഇവിടുത്തെ ഒരു LLP, ഇപ്പം ഏതൊരു പ്ലേസിലുള്ള LLP വൈൻഡിങ് അപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് ട്രിബ്യൂണൽ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയാൽ മാത്രമേ ട്രിബ്യൂണൽ ആ ആപ്ലിക്കേഷൻ ഒന്ന് ശരിയാണെന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അത് അപ്രൂവ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്രൂവ് ചെയ്താൽ മാത്രമേ അവർ ഓർഡർ ഇടാൻ പറ്റത്തുള്ളൂ. അതാണ് പറയുന്നത്. അപ്പം ആർക്കൊക്കെ പെറ്റീഷൻ കൊടുക്കാം, ആർക്കൊക്കെ ട്രിബ്യൂണലിന് പെറ്റീഷൻ കൊടുക്കാം, LLP ഇതുപോലെ വൈൻഡിങ് അപ്പ് ചെയ്യണമെന്ന് ആർക്കൊക്കെ പെറ്റീഷൻ കൊടുക്കാമെന്നാണ് താഴെ പറയുന്നത്. ദ LLP ഓർ എനി പാർട്ട്ണർ ഓർ പാർട്ട്നേഴ്സ്. LLPക്ക് കൊടുക്കാം, അതായത് LLP എന്ന ഫോമിന് കൊടുക്കാം, അവളുടെ പാർട്ട്ണറിനോ പാർട്ട്നേഴ്സിനോ കൊടുക്കാം. പിന്നെന്താ? ഇനി സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനോ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനോ കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടീജന്റ് ക്രെഡിറ്റേഴ്സ് ആവാം, പ്രോസ്പെക്റ്റീവ് ക്രെഡിറ്റേഴ്സ് ആവാം. ക്രെഡിറ്റേഴ്സിൽ ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറയാം. പിന്നെ രജിസ്ട്രാറിന് കൊടുക്കാം. രജിസ്ട്രാറിന് പറയാം അവിടെയുള്ള രീതികളൊന്നും ശരിയല്ല, അത് വൈൻഡപ്പ് ചെയ്യണം, അത് മുന്നോട്ട് പോകുന്ന കാര്യമില്ല. രജിസ്ട്രാറിന് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം ട്രിബ്യൂണലിന്. അല്ലെങ്കിൽ എനി പേഴ്സൺ ഓതറൈസ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഇൻ ഹിസ് ബിഹാഫ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ബിഹാഫ് ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും ഓതറൈസ്ഡ് പേഴ്സണ് കൊടുക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിനാണ് കൊടുക്കാം. സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നുവാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം ട്രിബ്യൂണലിന്. LLP അവിടെ വേണ്ട, അത് വൈൻഡിങ് അപ്പ് ചെയ്യണമെന്ന് നമ്മുടെ ട്രിബ്യൂണലിന് ഇവരൊക്കെ ആപ്ലിക്കേഷൻ കൊടുത്ത് ഇവരൊക്കെ പെറ്റീഷൻ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മളെ ട്രിബ്യൂണൽ അത് ചെക്ക് ചെയ്ത് അത് അവർ പറഞ്ഞ കാര്യങ്ങൾ അതിൽ വസ്തുത ഉണ്ടെന്ന് മനസ്സിലായി, അല്ലെ അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കി ട്രിബ്യൂണലിൽ അത് അപ്രൂവ് ചെയ്ത് ആ അപ്രൂവിനെ ഒരു ഓർഡറാക്കി മാറ്റിയ ശേഷം മാത്രമേ അവിടെ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ
ട്രിബ്യൂണൽ നടക്കത്തുള്ളൂ. ഇത്രേ ഉള്ളൂ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണലിൽ പഠിക്കാനുള്ളത്. നമുക്ക് താഴോട്ട് കുറച്ച് ആരും നമുക്ക് നോക്കാം. വൈൻഡിങ് അപ്പ് ഓർഡർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്. വൈൻഡിങ് അപ്പ് ഓർഡർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്, അതായത് ഈ വൈൻഡിങ് അപ്പ് ഓർഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതിനെപ്പറ്റി പറഞ്ഞു നോക്കാം. വേർ ദ ട്രിബ്യൂണൽ മേക്ക് ആൻ ഓർഡർ ഫോർ ദ വൈൻഡിങ് അപ്പ് ഓഫ് എ LLP ഇറ്റ് ഷാൾ വിത്തിൻ പീരീഡ് ഓഫ് നോട്ട് എക്സീഡിങ് 50 days ഫ്രം ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ഓർഡർ. ഓർഡർ പാസ് ചെയ്യുന്നതിന് 15 ഡേയ്സിനുള്ളിൽ, ഓർഡർ പാസ് ചെയ്ത് 15 ഡേയ്സിനുള്ളിലെങ്കിലും LLP വൈൻഡിങ് അപ്പ് ആവുന്ന കാര്യം ട്രിബ്യൂണൽ അറിയിച്ചിരിക്കണം. ഓർഡർ പാസ് ചെയ്യുന്നതിന് 15 ഡേയ്സിനുള്ളിലെങ്കിലും LLP അറിയിച്ചിരിക്കണം. LLP അല്ല, ട്രിബ്യൂണൽ അറിയിച്ചിരിക്കണം LLP വൈൻഡിങ് അപ്പ് ആവുന്ന കാര്യം. സെൻഡ് ടു ലിക്വിഡേറ്റർ ആൻഡ് രജിസ്ട്രാർ ഫോം നമ്പർ 12. അത് ലിക്വിഡേറ്ററിനോ അല്ലെങ്കിൽ രജിസ്ട്രാറിനോ ഫോം നമ്പർ 12 അയച്ചു കൊടുക്കുകയും വേണം. LLP എങ്ങനെ അറിയിക്കുന്നത്, അതായത് ഒരു നമ്മുടെ ഓർഡർ പാസ് ചെയ്ത് ട്രിബ്യൂണൽ ഇങ്ങനെ ഒരു ഓർഡർ പാസ് ചെയ്ത് ആ ഓർഡർ പാസ് ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ, നേരത്തെ പറഞ്ഞ എന്തൊരു മിസ്റ്റേക്കോടെ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ വൈൻഡിങ് അപ്പ് ഓർഡർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ് പറഞ്ഞത് എന്താ മക്കളെ, നമ്മുടെ ട്രിബ്യൂണൽ ഓർഡർ പാസ് ചെയ്യുമല്ലോ. LLP ഇതുപോലെ LLPയുടെ ഓർഡർ പ്രകാരം ട്രിബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരമാണ് LLP വൈൻഡ് അപ്പ് ചെയ്യുന്നത്. നമ്മൾ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞത്. ആ ട്രിബ്യൂണൽ ഓർഡർ ഇടുക, LLP വൈൻഡ് അപ്പ് ചെയ്യുന്ന ട്രിബ്യൂണൽ ഓർഡർ ഇടുക. ആ ഓർഡർ ഇട്ട് 15 ദിവസത്തിനുള്ളിലെങ്കിലും നമ്മുടെ LLPയെ ട്രിബ്യൂണൽ അറിയിച്ചിരിക്കണം. LLP വൈൻഡ് അപ്പ് ചെയ്യണം, ട്രിബ്യൂണൽ അറിയിച്ചിരിക്കണം. ആർക്കും അത് സെൻഡ് ചെയ്ത് കൊടുക്കണം? ലിക്വിഡേറ്ററിനും രജിസ്ട്രാറിനും അത് ഫോം നമ്പർ 12 സെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അയച്ചു കൊടുക്കുക നമ്മൾ പറയും. ഇതാണ് വൈൻഡിങ് അപ്പ് ഓർഡർ ടു ബി ട്രിബ്യൂണൽ, വൈൻഡിങ് അപ്പ് ഓർഡർ ടു ബി കമ്മ്യൂണിക്കേറ്റിനകത്ത് പറയുന്നത്. ക്ലിയർ ആയോ? ഡൗട്ട്സ് ഇല്ലല്ലോ? ഓക്കെ. ഇനി റിപ്പോർട്ട് ബൈ ലിക്വിഡേറ്റർ നോക്കാം. റൂൾ നമ്പർ 34 പ്രൊവൈഡ് ദാറ്റ് വെയർ ദ ട്രിബ്യൂണൽ ഹാസ് മെയ്ഡ് എ വൈൻഡിങ് അപ്പ് ഓർഡർ. നമ്മൾ ട്രിബ്യൂണൽ ഓർഡർ ഇട്ടല്ലോ, ദാറ്റ് ലിക്വിഡേറ്റർ ഷാൾ വിത്തിൻ 16 days ഫ്രം ദ ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ റിപ്പോർട്ട് സബ്മിറ്റ് ടു ദ ട്രിബ്യൂണൽ. അതായത് നമ്മൾ ട്രിബ്യൂണൽ ഓർഡർ ഇട്ട് കഴിഞ്ഞിട്ട് 60 ദിവസത്തിനുള്ളിൽ, വൈൻഡിങ് അപ്പ് ഓർഡർ വന്ന് 60 ദിവസത്തിനുള്ളിൽ ലിക്വിഡേറ്റർ കുറച്ച് റിപ്പോർട്ട്സ് നമ്മൾ ട്രിബ്യൂണലിൽ സബ്മിറ്റ് ചെയ്യണം. ആ റിപ്പോർട്ട്സിനെ പറ്റി നമ്മൾ താഴെ പറഞ്ഞത്, അത് ഏതൊക്കെ റിപ്പോർട്ട്സ് വേണം, കുറച്ചധികം റിപ്പോർട്ട്സ് ഉണ്ട്, അത് ഏതൊക്കെ റിപ്പോർട്ട്സ് വേണമെന്ന് താഴെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. The nature and details of asset, cash balance in hand, bank and the marketable security if they held by LLP. LLP held ചെയ്യുന്ന മാർക്കറ്റബിൾ സെക്യൂരിറ്റീസിൻ്റെ നേച്ചറും ഡീറ്റെയിൽസും, അല്ലെങ്കിൽ അവിടെയുള്ള LLPയുടെ അസറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, LLPയുടെ ക്യാഷ് ബാലൻസ് ഹാൻഡിൻ്റെ നേച്ചറും ഡീറ്റെയിൽസും, അല്ലെങ്കിൽ അവിടുത്തെ ബാങ്കിൻ്റെ നേച്ചറും ഡീറ്റെയിൽസും എല്ലാം അതിൻ്റെ റിപ്പോർട്ട് നമ്മൾ ട്രിബ്യൂണലിന് സബ്മിറ്റ് ചെയ്തിരിക്കണം. അതുപോലെ എമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ഫ്രം പാർട്ട്നേഴ്സ്, ഓരോ പാർട്ട്നേഴ്സും LLPയുടെ ഓരോ പാർട്ട്നേഴ്സും എത്ര കോൺട്രിബ്യൂഷൻ റിസീവ് ചെയ്തു, അവർക്കിനി എത്ര അങ്ങോട്ട് കൊടുക്കാനുണ്ട്, അതൊക്കെ അങ്ങനെയുള്ള ആ ഒരു എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിരിക്കണം. ദ എക്സിസ്റ്റിംഗ് ആൻഡ് കണ്ടീജന്റ് ലയബിലിറ്റീസ് ഓഫ് LLP, അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന ലയബിലിറ്റീസ് ഏതൊക്കെയാണ്, ഫ്യൂച്ചറിൽ വരാനുള്ള LLPയുള്ള ലയബിലിറ്റീസ് ഏതൊക്കെയാണ്, അതിൻ്റെ റിപ്പോർട്ട് അവിടെ കൊടുത്തിരിക്കണം. ഡെപ്റ്റ് ഡ്യൂ ടു ദ LLP, അതായത് LLPക്കുള്ള ഡെപ്റ്റ്സുകൾ, ഗ്യാരണ്ടീസ് ഗീവൺ ബൈ LLP ആർക്കൊക്കെ ഗ്യാരണ്ടീസ് നൽകിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ്, പിന്നെ ലിസ്റ്റ് ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ഡ്യൂസ്, അവിടെയുള്ള പാർട്ട്നേഴ്സിൻ്റെ ലിസ്റ്റും, ലിസ്റ്റ് ഓഫ് പാർട്ട്നേഴ്സ് ആൻഡ് ഡ്യൂസ് ഇഫ് എനി പേബിൾ ബൈ ദം, ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ്, അതായത് അവിടെയുള്ള പാർട്ട്നേഴ്സിൻ്റെ ലിസ്റ്റും, ആ പാർട്ട്നേഴ്സ് നമ്മൾ എത്ര കൊടുക്കാറുണ്ട്, പാർട്ട്നേഴ്സിന് നമുക്ക് എത്ര LLP കിട്ടാറുണ്ട്, ആ ഒരു ഡീറ്റെയിൽസും അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അവിടെ കൊടുത്തിരിക്കണം. ഡീറ്റെയിൽസ് ഓഫ് ഇൻറ്റാഞ്ചിബിൾ അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ഓഫ് സബ്സിസ്റ്റിംഗ് കോൺട്രാക്ട്സ്, ജോയിൻറ്റ് വെഞ്ചർ ആൻഡ് കൊളാബറേഷൻസ്, ഡീറ്റെയിൽസ് ഓഫ് അതർ LLPs, കമ്പനീസ് ഇൻ വിച്ച് LLP ഹാവ്, ഡീറ്റെയിൽസ് ഓഫ് ലീഗൽ കേസ് ഫൈൽഡ് ബൈ എഗനിസ്റ്റ് ഓഫ് LLP, അതായത് LLP മറ്റേതെങ്കിലും LLPയുടെ പേരിലോ കമ്പനീസിൻ്റെ പേരിലോ ഒക്കെ ഏതെങ്കിലും ലീഗൽ കേസസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ LLPക്കെതിരെ അവരാരും ലീഗൽ കേസസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോപ്പർട്ടീസ്, അസറ്റ്സ് ബുക്സ് ഓർ റെക്കോർഡ്സ്, അതർ ഡോക്യുമെൻറ്റ്സ് ടേക്ക് അണ്ടർ ദ കസ്റ്റഡി ഓഫ് ലിക്വിഡേറ്ററിൻ്റെ കസ്റ്റഡിയുടെ അണ്ടറിലുള്ള പ്രോപ്പർട്ടീസിൻ്റെ ഡീറ്റെയിൽസ്, അസറ്റിൻ്റെ ഡീറ്റെയിൽസ്, ബുക്സിൻ്റെയും റെക്കോർഡ്സിൻ്റെയും ഡീറ്റെയിൽസും അവിടെ ആ ഡീറ്റെയിൽസ് അവിടെ റിപ്പോർട്ടായിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. സ്കീം ഓഫ് റിവൈവൽ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് LLP ഇഫൻ, ഇതെന്ന് വെച്ചാൽ നമ്മുടെ LLP ഒരു സമയത്ത് നഷ്ടത്തിലായിരുന്നു. അപ്പം അത് ആ നഷ്ടം മാറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യത്തില്ല, കുറേ കാര്യങ്ങൾ ചെയ്തിട്ടായി നമ്മൾ നഷ്ടമായിരുന്നു. അപ്പം അതിന് വേണ്ടി നമ്മളടുത്ത സ്കീമുകൾ, അപ്പോൾ ആ സ്കീമുകളെ പറ്റി പറഞ്ഞത്. അപ്പോൾ സ്കീം ഓഫ് റിവൈവൽ ഓഫ് റീഹാബിലിറ്റേഷൻ ഓഫ് LLP, അല്ലെങ്കിൽ എനി അതർ ഇൻഫോർമേഷൻസ് ട്രിബ്യൂണൽ, അല്ലെങ്കിൽ നമ്മുടെ ട്രിബ്യൂണലില്ലേ
Any other information which the tribunal may direct or liquidator may consider necessary to include. നമ്മൾ ട്രിബ്യൂണൽ പറയും ഇന്നൊക്കെ ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ ഇന്ന ഡീറ്റെയിൽസ് നമ്മുടെ LLP ഒരു ഇന്ന ഡീറ്റെയിൽസ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള റിപ്പോർട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ലിക്വിഡേറ്ററിനെ സ്വയം തോന്നുകയാണ്, ഡയറക്ടർ ലിക്വിഡേറ്ററിന് തോന്നുകയാണ് ഈ ഡീറ്റെയിൽസ് സബ്മിറ്റ് ട്രിബ്യൂണലിന് ചെയ്യണം, ലിക്വിഡേറ്ററിന് തോന്നിയതിനാൽ അതും അവിടെ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്രയും ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്യണം ലിക്വിഡേറ്റർ നമ്മുടെ LLPയുടെ അല്ല ട്രിബ്യൂണലിൻ്റെ മുമ്പിൽ, LLP അല്ല മക്കളെ സോറി, ട്രിബ്യൂണലിന് മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. എത്ര ദിവസത്തിനുള്ള സബ്മിറ്റ് ചെയ്യേണ്ടത്? ട്രിബ്യൂണൽ നമ്മുടെ ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പ് ഓർഡർ നടത്തിയില്ല, മൈൻഡ് ചെയ്തില്ല, ആ ദിവസം തൊട്ട് വിത്തിൻ 16 ഡേയ്സിനുള്ളിൽ ലിക്വിഡേറ്റർ ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ ട്രിബ്യൂണൽ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ ട്രിബ്യൂണൽ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം. ഡീറ്റെയിൽസ് ഇനി ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. ഇനി നോക്കിക്കേ, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്നേഴ്സിനെ വൈൻഡിങ് അപ്പ്. നമ്മുടെ വൈൻഡിങ് അപ്പ് നടത്തുന്നില്ല LLP വൈൻഡിങ് അപ്പ് നടത്തുന്ന സമയത്ത് ക്രെഡിറ്റേഴ്സിനും നമ്മുടെ പാർട്ട്നേഴ്സിനൊക്കെ മീറ്റിംഗ് വിളിച്ചു കൊടുത്തില്ല. ആ മീറ്റിങ്ങിനെ പറ്റി പറയുന്നത് നമുക്ക് നോക്കാം. സിമ്പിളാണ്, കുറച്ചധികം കാര്യങ്ങളുണ്ട്, പക്ഷേ സിമ്പിളാണ് പഠിക്കാൻ. ദ പ്രൊസീജിയേഴ്സ് ഫോർ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്നേഴ്സ് ഇൻ എ വൈൻഡിങ് അപ്പ് ബൈ ട്രിബ്യൂണൽ ആൻഡ് ഓഫ് ക്രെഡിറ്റേഴ്സിന് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് ആസ് ഫോളോസ്. അതായത് വോളണ്ടറിലി വൈൻഡിങ് അപ്പിൽ, അതായത് എന്താ പറയുന്നത്, നമ്മുടെ ട്രിബ്യൂണൽ വലിയ വൈൻഡിങ് അപ്പ് നടത്തുന്നത് വെച്ചോ, ട്രിബ്യൂണൽ വലിയ വൈൻഡിങ് അപ്പ് നടത്തുന്നതെങ്കിൽ നമ്മൾ ക്രെഡിറ്റേഴ്സിനെ പാർട്ട്നേഴ്സിനെ മീറ്റിംഗ് വിളിച്ചുകൊണ്ടുള്ള പ്രൊസീജിയേഴ്സ് താരെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വോളണ്ടറിലി വൈൻഡ് അപ്പ് നടത്തുമ്പോൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിനെ മീറ്റിംഗ് വിളിച്ചു കൊടുത്തില്ല, അങ്ങനെയുള്ള അതിനകത്തും അതും കൂടെ ഉൾപ്പെട്ടുള്ള പ്രൊസീജിയേഴ്സാണ് താരെ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ദ ലിക്വിഡേറ്റർ ഷാൾ സമോൺ ഓൾ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്നേഴ്സ് ഗിവിംഗ് നോട്ട് ലെസ് ദാൻ 14 days നോട്ടീസ് ഓഫ് ദ ടൈം ഓഫ് മീറ്റിംഗ്. അതായത് നമ്മൾ മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് 14 ദിവസം മുമ്പെങ്കിലും നമ്മൾ ലിക്വിഡേറ്റർ നമ്മുടെ ക്രെഡിറ്റേഴ്സിനും പാർട്ട്നേഴ്സിനും എല്ലാ ക്രെഡിറ്റേഴ്സിനും പാർട്ട്നേഴ്സിനും ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം. മീറ്റിങ്ങിന് ടൈം പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ദ നോട്ടീസ് ഓഫ് മീറ്റിംഗ് ഷാൾ ബി അഡ്വർടൈസ്ഡ് ടു ദ ന്യൂസ് പേപ്പർ. മീറ്റിങ്ങിൻ്റെ നോട്ടീസ് നമ്മൾ ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. ദ നോട്ടീസ് ഷാൾ ബി സച്ച് ഫോം നമ്പർ 55A, 55B, 55C ആൻഡ് 55D ആസ് മേ ബി അപ്രോപ്രിയേറ്റ്. ഇപ്പം ഓരോ LLPക്കും ഓരോരോ രീതികളായിരിക്കും. അപ്പോൾ ഓരോ LLPക്കും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഫോം നമ്പർ നൽകിയിരിക്കണം. ഇപ്പം ഫോം നമ്പർ 55 ഉണ്ട്, ഫോം നമ്പർ 55A ഉണ്ട്, 55B ഉണ്ട്, 55C ഉണ്ട്, 55D ഉണ്ട്. ഇങ്ങനെ ഓരോ LLPക്കും ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഓരോ LLPക്കും ഏതാണ് ചൂസ് ആയിട്ടുള്ളത് അത് നൽകിയിരിക്കണം പറയുന്നത്. ആ ഫോമിൽ വേണം നോട്ടീസ് നൽകാൻ. ഇനി ദ പ്ലേസ് ഓഫ് മീറ്റിംഗ് ഷാൾ ബി കൺവീനിയൻറ്റ് ഓഫ് ദ മോസ്റ്റ് ഓഫ് ദ ക്രെഡിറ്റേഴ്സിന് കൺവീനിയൻ്റ് ഉള്ള സ്ഥലം വേണം മീറ്റിങ്ങിൻ്റെ പ്ലേസ് ആയിട്ട് തിരഞ്ഞെടുക്കാൻ. ഇനി ഡിഫറെൻറ്റ് ടൈംസ് ഓർ പ്ലേസസ് ഓർ ബോത്ത് ഇഫ് തോട്ട് ഫിറ്റ് ബി അപ്പോയിൻഡ് ഫോർ ദ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആൻഡ് മീറ്റിംഗ് ഓഫ് പാർട്ട്നേഴ്സ്. ചിലപ്പം ഈ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒരേ സമയത്തൊന്നും ആയിരിക്കില്ല മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരേ പ്ലേസിലൊന്നും ആയിരിക്കില്ല, രണ്ടുപേർക്കും ഡിഫറൻറ്റ് പ്ലേസിലും ഡിഫറൻറ്റ് ടൈമിലൊക്കെ ആയിരിക്കും മീറ്റിംഗ് വന്നിരിക്കുന്നത്. ഇനി ഇഫ് എനി ഓഫീസർ ഫെയിൽ ടു അറ്റൻഡ് ദ ലിക്വിഡേറ്റർ മേ റിപ്പോർട്ട് സച്ച് ഫെയിലിയർ ടു ട്രിബ്യൂണൽ ഇൻ ഫോം നമ്പർ 56. ഏതെങ്കിലും ഓഫീസേഴ്സ് നമ്മുടെ ലിക്വിഡേറ്റർ അറ്റൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ നമ്മുടെ ലിക്വിഡേറ്ററിന് അതായത് നമ്മുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പരാജയപ്പെട്ടാൽ നമ്മുടെ ലിക്വിഡേറ്റേഴ്സിന് മേ റിപ്പോർട്ട് സച്ച് ഫെയിലിയർ ടു ട്രിബ്യൂണലിനടുത്ത് പോയി ഒരു റിപ്പോർട്ട് കൊടുക്കാം. അദ്ദേഹം ആ ഓഫീസർ ഇതിൽ പരാജയപ്പെട്ടെന്നാണ് ഫോം നമ്പർ 56 ട്രിബ്യൂണലിന് റിപ്പോർട്ട് കൊടുക്കാമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിക്കേ, ദ ലിക്വിഡേറ്റർ ഷാൾ ഫയൽ അഫിഡവിറ്റ് ഫോർ പ്രൂഫ് ഓഫ് നോട്ടീസ് ഇൻ ഫോം നമ്പർ 56. ഫോം നമ്പർ 56 നോട്ടീസിൻ്റെ അഫിഡവിറ്റ് ഫോർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൂഫായിട്ടുള്ള നോട്ടീസിൻ്റെ പ്രൂഫ് ലിക്വിഡേറ്ററിന് ഫോം നമ്പർ 57 സബ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അഫിഡവിറ്റ് എന്ന സത്യവാങ്മൂലം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു പ്രൂഫ് ലിക്വിഡേറ്റർ ഫോം നമ്പർ 57 അത് ചെയ്യാനുള്ള ആ പ്രൂഫ് സബ്മിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇനി ദ കോസ്റ്റ് ഓഫ് കാളി മീറ്റിംഗ് അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ക്രെഡിറ്റർ ഓർ ദ പാർട്ട്ണർ ഷാൾ ബി ബോൺ ബൈ ആപ്ലിക്കൻ്റ്. നമ്മൾ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുന്നതിന് കുറച്ച് പൈസ ചിലവൊക്കെ ഉണ്ടല്ലോ, കുറച്ച് തന്നെ എക്സ്പെൻസസ് ഒക്കെ വരും. ആ എക്സ്പെൻസ് ആര് മീറ്റ് ചെയ്യണം? ലിക്വിഡേറ്റർ മീറ്റ് ചെയ്യുമോ? ഇല്ല, ലിക്വിഡേറ്ററിന് എന്തോ തലയ്ക്ക് വട്ടൊന്നും ഇല്ലല്ലോ ആ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ. ഒരു LLP വൈൻഡപ്പ് ചെയ്യുന്നതിന് ലിക്വിഡേറ്റർ തൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് മീറ്റ് ചെയ്യുമോ? വേണ്ട, അങ്ങനെ ആവശ്യമില്ല. ആര് മീറ്റ് ചെയ്യണമെന്ന് മക്കളെ പറയുന്നത്? അറ്റ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്രെഡിറ്റർ ഓർ പാർട്ട്ണർ ഷാൾ ബി ബോൺ ബൈ ദ ആപ്ലിക്കൻറ്റ് വൺ ഹു ഗിവ് ആപ്ലിക്കേഷൻ ഓഫ് ട്രിബ്യൂണലിനകത്ത് ആപ്ലിക്കേഷൻ കൊടുത്തില്ലേ? ആരൊക്കെ മക്കളെ ആപ്ലിക്കേഷൻ കൊടുത്തത്? നമ്മൾ പഠിച്ചിരുന്നു. ആരൊക്കെയാണ്? നമ്മൾ വൈൻഡിങ് അപ്പ് ട്രിബ്യൂണലിൽ പഠിച്ച് ആരൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ട്രിബ്യൂണലിൽ ഓർഡർ ഇടുന്നത്? വൈൻഡിങ് അപ്പ് നടത്തണമെന്ന് ട്രിബ്യൂണൽ ഓർഡർ ഇടുമ്പം ട്രിബ്യൂണൽ ഓർഡർ ഇടണമെങ്കിൽ ആരൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കണം? LLPയോ LLPയുടെ പാർട്ട്നേഴ്സോ രജിസ്ട്രാറോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ
അവിടെയുള്ള ക്രെഡിറ്റേഴ്സോ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ നമ്മൾ ട്രിബ്യൂണൽ ആ ഓർഡർ പാസ്സാക്കത്തുള്ളൂ അല്ലേ. ട്രിബ്യൂണലിന് അത് ശരിയാന്ന് തോന്നിയാൽ മാത്രമേ ട്രിബ്യൂണൽ ഓർഡർ പാസ്സാക്കത്തുള്ളൂ. അപ്പം ട്രിബ്യൂണലിന് ഏത് ആപ്ലിക്കൻ്റാണോ ആപ്ലിക്കേഷൻ കൊടുത്തത് ആ ആപ്ലിക്കൻ്റ് വേണം ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നതിനുള്ള ചിലവും കോസ്റ്റൊക്കെ സഹിക്കാൻ. അപ്പം അദ്ദേഹം വേണം ഇതൊക്കെ മീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി ഇഫ് ദ മീറ്റിംഗ് ഈസ് summoned by the liquidator, he or some person nominated by him shall be chairman of the meeting. The nomination shall be in ഫോം നമ്പർ 58. അതായത് നമ്മുടെ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് നമ്മുടെ ലിക്വിഡേറ്റർ തന്നെ ചെയർമാനാവാൻ പറ്റും. നമ്മുടെ ലിക്വിഡേറ്റർ തന്നെ ചെയർമാനാവാൻ പറ്റും, അല്ലെങ്കിൽ അയാൾ തന്നെ നോമിനേറ്റ് ചെയ്തിട്ട് മറ്റാർക്ക് വേണമെങ്കിലും ചെയർമാനാവാന്നാണ് പറഞ്ഞത്. അതും ഫോം നമ്പർ 58 വേണം ആ നോമിനേഷൻ കൊടുക്കാൻ. ഫോം നമ്പർ 58 വേണം നോമിനേഷൻ കൊടുക്കാൻ. നമ്മുടെ ലിക്വിഡേറ്ററിന് തന്നെ ചെയർമാനാവാൻ പറ്റും, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ മറ്റാർക്കെങ്കിലും ഒരു ചെയർമാനാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റും. ആ നോമിനേഷൻ കൊടുക്കുന്നത് ഫോം നമ്പർ 58 ഇനി ഇൻ ദ കേസ് ഓഫ് വോളണ്ടറി വൈൻഡിംഗ് ബൈ ചെയർമാൻ ഷാൾ ബി സച്ച് പേഴ്സൺ ബൈ മീറ്റിംഗ് വിത്ത് റെസൊല്യൂഷൻ അപ്പോയിൻറ്റ്. അതായത് വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ ചെയർമാനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? LLP തന്നെയാണ് ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. LLP തന്നെയായിരിക്കും ചെയർമാനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ. അറ്റ് എ മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് എ റെസൊല്യൂഷൻ ഷാൾ ബി ഡീംഡ് ടു ബി പാസ്ഡ് വെൻ എ മെജോറിറ്റി ഇൻ ദ വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് പ്രസൻറ്റ് പേഴ്സണലി ഓർ ബൈ പ്രോക്സി ആൻഡ് വോട്ടിംഗ് ഇൻ ദ റെസൊല്യൂഷൻ ഹാസ് വോട്ടഡ് ഇൻ ഫേവർ ഓഫ് ഇറ്റ്സ് റെസൊല്യൂഷൻ. എന്താ അതിൽ പറയുന്നത്? ക്രെഡിറ്റേഴ്സിൻ്റെ മീറ്റിൽ നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ റെസൊല്യൂഷൻ പാസ്സായപ്പോൾ കണക്കാക്കണമെങ്കിൽ അതിൽ എന്തൊക്കെ വേണം? മെജോറിറ്റി ഇൻ ദ വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ്, അതായത് അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, മെജോറിറ്റി ഇൻ ദ വാല്യൂ അവിടെ പ്രസൻ്റ് ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ ഇത് വേണം, ക്രെഡിറ്റേഴ്സിൻ്റെ അപ്രൂവൽ വേണം. അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് പേഴ്സണലി അതിന് അപ്രൂവൽ നൽകണം, അല്ലെങ്കിൽ ബൈ പ്രോക്സി എന്ന് പറഞ്ഞാൽ അവർക്ക് പകരം ക്രെഡിറ്റേഴ്സിന് പകരം വന്ന ആൾക്കാരില്ലേ, ക്രെഡിറ്റേഴ്സിന് പകരം അവിടെ വന്ന ആൾക്കാർ ബൈ പ്രോക്സി അവർക്കോ, അല്ലെങ്കിൽ വോട്ടിംഗ് ആൻഡ് റെസൊല്യൂഷൻ ഹാസ് ഇൻ വോട്ട് ഇൻ ഫേവർ ഓഫ് റെസൊല്യൂഷൻ വോട്ട് ചെയ്താൽ മാത്രമേ അവിടെ റെസൊല്യൂഷൻ അവിടെ മേജർ വാല്യൂ ഓഫ് ക്രെഡിറ്റേഴ്സ് പ്രസൻറ്റ് പേഴ്സണലി അവിടെ വന്നിരിക്കുന്ന മെജോറിറ്റി ഓഫ് ക്രെഡിറ്റേഴ്സ് പേഴ്സണലി വോട്ട് ചെയ്താലോ, അല്ലെങ്കിൽ അവർക്ക് പകരം വന്നിരുന്ന പ്രോക്സീസ് വോട്ട് ചെയ്താൽ മാത്രമേ അവർ വോട്ട് ചെയ്തത് റെസൊല്യൂഷന് ഫേവറായിട്ട് വോട്ട് ചെയ്താൽ മാത്രമേ ആ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ അല്ലെങ്കിൽ റെസൊല്യൂഷൻ പാസ് ആയി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അവർ റെസൊല്യൂഷൻ ഫേവറായിട്ട് വോട്ട് ചെയ്താൽ മാത്രമേ റെസൊല്യൂഷൻ പാസ്സായെന്ന് അവർക്ക് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. അത് തന്നെ താഴത്തെ സെൻറ്റൻസിൽ പറഞ്ഞേക്കുന്നത് പാർട്ട്നേഴ്സിൻ്റെ കേസ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. എ മീറ്റിംഗ് ഓഫ് പാർട്ട്നേഴ്സ് റെസൊല്യൂഷൻ ഷാൾ ബി ഡീംഡ് ടു ബി പാസ്ഡ് വെൻ എ മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് പ്രസൻറ്റ് പേഴ്സണലി ബൈ പ്രോക്സി ആൻഡ് വോട്ടിംഗ് ഓൺ ദ റെസൊല്യൂഷൻ ഹാവ് വോട്ടഡ് ഇൻ ഫേവർ ഓഫ് റെസൊല്യൂഷൻ. അവിടെ വന്നിരിക്കുന്ന മെജോറിറ്റി നിൽക്കുന്ന പാർട്ട്നേഴ്സോ അല്ലെങ്കിൽ അവർക്ക് പകരം നിൽക്കുന്ന പ്രോക്സീസോ വേണം നമ്മുടെ റെസൊല്യൂഷന് ഫേവറായി വോട്ട് ചെയ്താൽ മാത്രമേ റെസൊല്യൂഷൻ പാസ്സായെന്ന് കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ദ ലിക്വിഡേറ്റർ ഷാൾ ഫയൽ ഇൻ ട്രിബ്യൂണൽ എ കോപ്പി ഓഫ് എവറി റെസൊല്യൂഷൻ സർട്ടിഫൈഡ് ബൈ ഹിം. അതായത് നമ്മുടെ റെസൊല്യൂഷൻ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡേറ്റർ ട്രിബ്യൂണലിന് റെസൊല്യൂഷൻ്റെ കോപ്പി കൊടുത്തിരിക്കണം, സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കണം. ദ ചെയർമാൻ മേ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് പാർട്ട്നേഴ്സ് ഓർ ക്രെഡിറ്റേഴ്സ് പ്രസൻറ്റ് ഇൻ ദ മീറ്റിംഗ് അഡ്ജോൺ ഇറ്റ് ഫ്രം ടൈം ടു ടൈം. അഡ്ജോൺ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മീറ്റിംഗ് മാറ്റി വെക്കാനുള്ള റൈറ്റും ഉണ്ട്. ആർക്കാ? ചെയർമാന് എല്ലാ പാർട്ട്നേഴ്സിനെയും കൺസെൻറ്റോടും ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റോടും കൂടി മീറ്റിംഗ് വേറൊരു സമയത്തേക്കോ വേറൊരു ടൈമിലേക്കോ മാറ്റി വെക്കാനുള്ള റൈറ്റ് നമ്മുടെ ചെയർമാനും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ദ കോറം ഫോർ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിങ്ങിലെ ആളെണ്ണം എന്നൊക്കെ പറയത്തില്ലേ, അതായത് അറ്റ്ലീസ്റ്റ് 2 ക്രെഡിറ്റേഴ്സെങ്കിലും വേണം വോട്ട് ചെയ്യാൻ. അതുപോലെ അറ്റ്ലീസ്റ്റ് 2 ക്രെഡിറ്റേഴ്സും പാർട്ട്നേഴ്സും അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വേണം. ക്രെഡിറ്റേഴ്സ് കോറം തികയണമെങ്കിൽ അല്ലേ വോട്ട് ഇതാക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 ക്രെഡിറ്റേഴ്സും 2 പാർട്ട്നേഴ്സെങ്കിലും മിനിമം വേണമെന്നാണ് പറഞ്ഞത്. ഇനി നോ കോറം ഇഫ് ദർ ഈസ് നോ കോറം എന്നും ഈ കോറം തികഞ്ഞില്ല എങ്കിൽ ദ മീറ്റിംഗ് ഷാൾ ബി അഡ്ജോൺഡ് ഓൺ ദ സെയിം ഡേ ഇൻ ദ ഫോളോയിങ് ഇൻ ദ സെയിം ടൈം. കോറം ആ ദിവസം ഇപ്പോൾ 2 ക്രെഡിറ്റേഴ്സും 2 പാർട്ട്നേഴ്സും ഇല്ല എങ്കിൽ നമ്മുടെ കോറം ആ മീറ്റിംഗ് അഡ്ജോൺ ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റും. അഡ്ജോൺ എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് മാറ്റി വെക്കാൻ പറ്റും. എങ്ങനെ മാറ്റി വെക്കാൻ പറ്റും? സെയിം ഡേ ഇൻ ദ ഫോളോയിങ് സെയിം വീക്ക് അറ്റ് ദ സെയിം ടൈം ആൻഡ് സെയിം പ്ലേസിൽ. അതായത് ഇപ്പം ഈ ആഴ്ചയിൽ ബുധനാഴ്ച മീറ്റിംഗ് വെച്ചെങ്കിൽ അടുത്ത ആഴ്ച ഈ ആഴ്ച ബുധനാഴ്ച 10 മണിക്ക് ഇപ്പം ഒരു ഓഡിറ്റോറിയം പറയാം. ഇപ്പം നമ്മുടെ ഇവിടെ അടുത്തുള്ള ഓഡിറ്റോറിയം ആണ് സ്കൈലിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാൽ ബുധനാഴ്ച 10 മണിക്കാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഫോളോയിങ് ദ നെക്സ്റ്റ് വീക്ക് അടുത്ത ആഴ്ചത്തെ ബുധനാഴ്ചയിൽ 10 മണിക്ക് സ്കൈലിയൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് മീറ്റിംഗ് നടത്തിയിരിക്കണമെന്നാണ് പറയുന്നത്. ഓർ ടു സച്ച് അതർ ഡേ ടൈം ഓർ പ്ലേസ് ആസ് എ ചെയർമാൻ മേ അപ്പോയിൻറ്റ് ബട്ട് ദ ഡേ അപ്പോയിൻറ്റ് ഷാൾ നോട്ട് ബി ലെസ് ദാൻ 7 days മോർ ദാൻ 14 days. ഇനി ആ അടുത്ത ആഴ്ച ബുധനാഴ്ച 10 മണിക്ക്
സ്കൈലൈൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റിയില്ലെങ്കിലും രണ്ടാമത്തെ കേസിനും പറ്റിയില്ല എങ്കിൽ നമ്മൾ 7 ഡേയ്സിൽ കൂടുതലും 14 ഡേയ്സിലും കുറയാതെ നമ്മൾ ഒരു മീറ്റിംഗ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കണോ പറയുന്നത്. അതാണ് പറയുന്നത്. ഇനി ദ ചെയർമാൻ ഷാൾ ഹാവ് പവർ ടു അഡ്മിറ്റ് ഓർ റിജക്റ്റ് എ പ്രൂഫ് ഫോർ ദ പർപ്പസ് ഓഫ് വോട്ടിംഗ് ബട്ട് ഹിസ് ഡിസിഷൻ ഷാൾ ബി സബ്ജക്ട് ടു ദ അപ്പീൽ ടു ദ ട്രിബ്യൂണൽ. അതായത് നമ്മുടെ ചെയർമാൻ എന്തിനുള്ള പവറുണ്ട്? അഡ്മിറ്റ് ചെയ്യാനും റിജക്റ്റ് ചെയ്യാനുള്ള പവറുണ്ട്. ബട്ട് ഹിസ് ഡിസിഷൻ ഷാൾ ബി സബ്ജക്ട് ടു ദ അപ്പീൽ ടു ദ tribunal. The chairman shall within 7 days of the conclusion of the meeting report the result thereof the tribunal and such report shall be in form number 59. അതായത് നമ്മുടെ ചെയർമാന് 7 ദിവസത്തിനുള്ളിൽ നമ്മുടെ മീറ്റിംഗ് കൺക്ലൂഷൻ്റെ റിപ്പോർട്ട് ട്രിബ്യൂണലിന് ഫോം നമ്പർ 59 സബ്മിറ്റ് ചെയ്തിരിക്കണം. അത്രയേ ഉള്ളൂ പഠിക്കാൻ. ഫോം നമ്പർ 59 നമ്മുടെ ട്രിബ്യൂണലിന് ചെയർമാൻ 7 ദിവസത്തിനുള്ളിൽ മീറ്റിങ്ങിൻ്റെ കൺക്ലൂഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. ദ ചെയർമാൻ ഷാൾ കോസ് മിനിറ്റ്സ് ഓഫ് ദ പ്രൊസീഡിങ്സ് അറ്റ് ദ മീറ്റിംഗ് ടു ദ ഡ്രോൺ അപ്പ് ആൻഡ് ഷാൾ ബി സൈൻഡ് ബൈ ഹിം ബൈ ദ ചെയർമാൻ ഓഫ് ദ നെക്സ്റ്റ് മീറ്റിംഗ്. അതായത് നമ്മുടെ ചെയർമാൻ മിനിറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തില്ല. മിനിറ്റ്സ് ഡ്രോ അപ്പ് ചെയ്യുന്ന സമയത്ത് അതിൽ ആ ചെയർമാൻ സൈൻ അപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ ആരാണോ ചെയർമാൻ ആ ചെയർമാനെ കൊണ്ട് സൈൻ ചെയ്യുകയും വേണം. എ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്നേഴ്സ് പ്രസൻറ്റ് അറ്റ് എവറി മീറ്റിംഗ് ഷാൾ ബി മെയ്ഡ് അറ്റ് കെപ്റ്റിൻ ഫോം നമ്പർ 16. അതായത് ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റും പാർട്ട്നേഴ്സിൻ്റെ പ്രസൻ്റ് ആണുള്ള പാർട്ട്നേഴ്സും ക്രെഡിറ്റേഴ്സിൻ്റെ ലിസ്റ്റ് ഫോം നമ്പർ 16 മെയ്ഡ് ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത്. ഇനി Any aggrieved person may prefer an appeal against the order or decision of the tribunal to the National Company Law Appellate Tribunal within a period for 45 days from the date on which the order is delivered. അതായത് ഇപ്പം അഗ്രീവ്ഡ് പേഴ്സൺ നമ്മൾ കോൺട്രാക്റ്റ് പഠിച്ചിട്ട് അഗ്രീവ്ഡ് പാർട്ടി നമ്മൾ കൊയേഷനിലൊക്കെ പഠിച്ചിട്ടില്ലേ അഗ്രീവ്ഡ് പാർട്ടി. അതായത് ആ കോൺട്രാക്റ്റിൽ ഭീഷണിപ്പെടുത്തി നമ്മളൊരു കോൺട്രാക്റ്റിൽ ഒരു പാർട്ടി ഏർപ്പെടുത്തില്ലേ, അപ്പോൾ ആ പാർട്ടി നമ്മൾ അഗ്രീവ്ഡ് പാർട്ടി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ അഗ്രീവ്ഡ് പേഴ്സൺ അതായത് ഇപ്പം ഇങ്ങനെ അപ്പീലിന് എതിരെ നിൽക്കുന്ന പേഴ്സൺസ് ഉണ്ട്. ഇപ്പം ഇത് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ട്നേഴ്സ് നമ്മുടെ LLP ഉള്ള കുറച്ച് പാർട്ട്നേഴ്സ് ഈ അപ്പീലിന് എതിരാണ്. ഈ LLP ഉള്ളായി അത് ജീവിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ അവർ എതിരാണെന്ന് വെച്ചോ, ഇങ്ങനൊരു അപ്പീൽ നൽകുന്നതിൽ അവർ എതിരാണ്, അല്ലെങ്കിൽ ഓർഡറോ ഡിസിഷൻ ഈ LLP വൈൻഡപ്പ് ചെയ്യുന്ന ഡിസിഷൻസിലോ അവരെതിരാണ്. നമ്മൾ അഗ്രീവ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞത്. അഗ്രീവ്ഡ് പേഴ്സൺ may prefer to appeal against the order or decision of the tribunal by the National Company Law of Appellate Tribunal within a period of 45 days from the date on which the order is delivered. അതായത് നമ്മുടെ അഗ്രീവ്ഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ അഗ്രീവ്ഡ് പേഴ്സണ് ട്രിബ്യൂണലിന് മുകളിലുള്ള അതോറിറ്റിക്ക് അപ്പീൽ കൊടുക്കാൻ പറ്റും. ട്രിബ്യൂണലിന് മുകളിലുള്ള അതോറിറ്റി പേരെന്താക്കളെ നാഷണൽ കമ്പനി ലോ അപ്പീലിയറ്റ് ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ അപ്പീലിയറ്റ് ട്രിബ്യൂണലിക്ക് മുകളിലുള്ള ടോപ്പ് അതോറിറ്റിക്ക് ഒരു അപ്പീൽ കൊടുക്കാൻ പറ്റും. ഈ ഓർഡർ ഡെലിവർ ചെയ്ത് 45 ദിവസത്തിനുള്ളിൽ അപ്പീൽ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. 45 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ് പറയുന്നത്. കൊടുക്കാൻ പറ്റുന്നല്ല കൊടുക്കണമെന്നാണ് പറയുന്നത്. ഈ ഓർഡർ അതായത് നമ്മുടെ വൈൻഡിങ് അപ്പ് ഓർഡർ ചെയ്തിട്ടുള്ള 45 ദിവസത്തിനുള്ളിൽ നമ്മുടെ അഗ്രീവ്ഡ് പേഴ്സണ് നമ്മുടെ ട്രിബ്യൂണലിന് മുകളിലുള്ള ടോപ്പ് അതോറിറ്റി അപ്പീൽ കൊടുക്കാൻ പറ്റും. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം ഇത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. വളരെ ലാഗായിട്ടാണ് ഇന്നത്തെയും ക്ലാസ് പോയിരിക്കുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സ്പീഡിൽ പോയപ്പം കുറച്ച് സ്റ്റുഡൻസ് പറഞ്ഞു ഞങ്ങൾക്ക് ഈ ടോപ്പിക്ക് ഞങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം അവർക്ക് വേണ്ടിയാണ് ഇത്രയും നമ്മൾ സമയമെടുത്ത് പഠിച്ചത്. അല്ലാതെ ഇതൊരു റിവേഴ്സ് സെക്ഷനായിട്ട് കാണുന്നവർക്ക് നല്ല ലാഗായിട്ട് തോന്നിയേക്കാം. പക്ഷേ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. എല്ലാവർക്കും മനസ്സിലായെന്നുള്ള വിശ്വാസത്തിൽ ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണെന്ന് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് മക്കളെ പഠിച്ചത്? കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലേ, നോക്കാം. അതായത് വൈൻഡിങ് അപ്പ് ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്. നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിനെ വൈൻഡിങ് അപ്പിനെ പറ്റി പഠിച്ച 2 വൈൻഡിങ് അപ്പ് ഉണ്ട്. അതിനു മുമ്പ് ഈ വൈൻഡിങ് അപ്പിലെ എല്ലാ പ്രൊവിഷൻസും റൂൾസും റിലേറ്റ് ചെയ്തുള്ള എല്ലാ പ്രൊവിഷൻസും ചെയ്യാനുള്ള അധികാരം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണ്. സെക്ഷൻ 65 മോഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് 2 ഉണ്ട്. വോളണ്ടറി വൈൻഡിങ് അപ്പും ട്രിബ്യൂണലും. വോളണ്ടറി വൈൻഡിങ് അപ്പിൽ നമ്മൾ സ്വയമേ വൈൻഡ് അപ്പ് ചെയ്യുന്നതിനാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഇപ്പം ട്രിബ്യൂണലിൻ്റെ ഓർഡർ പ്രകാരം വൈൻഡിങ് അപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രിബ്യൂണൽ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്താ പറയുന്നത്? LLPയിലുള്ള ടോട്ടൽ പാർട്ണേഴ്സ് 3/4 അറ്റ്ലീസ്റ്റ് 3/4 പാർട്ണേഴ്സിനെങ്കിലും അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കാൻ പറ്റത്തുള്ളൂ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി മാത്രമേ നമുക്ക് വോളണ്ടറി വൈൻഡിങ് അപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ട്നേഴ്സിന് മാത്രമാണോ? ക്രെഡിറ്റേഴ്സിനെയും കൺസെൻറ്റ് വേണം, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സിനെയും അപ്രൂവൽ വേണമെന്നാണ് പറയുന്നത്. ഇനി
ആ റെസൊല്യൂഷൻ്റെ കോപ്പി 30 ദിവസത്തിനുള്ളിൽ രജിസ്ട്രാറിന് ഫോം നമ്പർ 1 ഫയൽ ചെയ്ത് കൊടുക്കണം. പിന്നെ നോട്ടീസ് ഓഫ് എനി ഡിസിഷൻ ഓഫ് ക്രെഡിറ്റേഴ്സ് ഷാൾ ബി ഗിവൺ രജിസ്റ്റർ ഇൻ ഫോം നമ്പർ 5 വിത്തിൻ 15 ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് കൺസെൻറ്റ് ഓഫ് ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ് കിട്ടി. ഫോം നമ്പർ 5 15 ഡേയ്സിനുള്ളിൽ ആ നോട്ടീസ് രജിസ്ട്രാറിന് കൊടുത്തിരിക്കണം. ഇനി എന്താ, നമ്മുടെ ക്രെഡിറ്റേഴ്സിൻ്റെ കൺസെൻറ്റ് വാങ്ങിയ ശേഷം നമ്മുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഏത് സ്ഥലത്താണ് സിറ്റ് ചെയ്യുന്ന ആ സ്ഥലത്തുള്ള ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. നമ്മുടെ നോട്ടീസ് നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയ ശേഷം സ്പെഷ്യൽ റെസൊല്യൂഷൻ നോട്ടീസ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. ക്രെഡിറ്റേഴ്സിന് കൺസെൻറ്റ് വാങ്ങിയതിന് ശേഷമുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെന്താ പറഞ്ഞത്, വോളണ്ടറി വൈൻഡിങ് അപ്പ് ഷാൾ ബി ഡീംഡ് ടു ബി കമൻസ് ഓൺ ദ ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദ റെസൊല്യൂഷൻ. നമ്മുടെ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്തുകൊണ്ട് നടന്ന് നമ്മൾ വിചാരിക്കേണ്ടത് കണക്കാക്കേണ്ടത്, നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായ ഡേറ്റ് തൊട്ട് വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ചെയ്ത് നമുക്ക് കണക്കാക്കാം, അല്ലെങ്കിൽ ഡി എം ചെയ്യാൻ പറയാം. ഇനി അവിടെയുള്ള മെജോറിറ്റി ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സിന് ഒരു ഡിക്ലറേഷൻ കൊടുത്തിരിക്കണം. ഫോം നമ്പർ 2 ഡിക്ലറേഷൻ്റെ പേരാണ് ഡിക്ലറേഷൻ ഓഫ് സോൾവൻസി. അത് നമ്മുടെ വൈൻഡിങ് അപ്പ് പ്രോസസ്സ് തുടങ്ങി 1 വർഷത്തിനുള്ളിലെങ്കിലും ആ ഡിക്ലറേഷൻ രജിസ്ട്രാറിന് കൊടുത്തിരിക്കണം. ഇനി രജിസ്ട്രാറിന് ഫോം നമ്പർ 3 ഈ ഡിക്ലറേഷൻ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞത്, ഫോം നമ്പർ 3 വിത്തിൻ 15 ഡേയ്സിൽ റെസൊല്യൂഷൻ റെസൊല്യൂഷൻ പാസ് ചെയ്തതിന് മുമ്പ് 15 ദിവസത്തിനുള്ളിലെങ്കിലും ഈ ഡിക്ലറേഷൻ രജിസ്ട്രാറിന് നമ്മളെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ കൊടുത്തിരിക്കണം. അതുപോലെ ഈ ഡിക്ലറേഷൻ്റെ കൂടെ നമ്മൾ വേറൊന്നും അക്കമ്പനി ചെയ്ത് കൊടുക്കണം. എന്താ അക്കമ്പനി ചെയ്ത് കൊടുക്കേണ്ടത്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് കൂടെ നമ്മൾ അക്കമ്പനി ചെയ്ത് ഫോം നമ്പർ 4 ഒരു അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ വാല്യൂർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ് വാല്യുവേഷൻ റിപ്പോർട്ടും കൂടെ അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്ത് കൊടുക്കണം. വാല്യുവേഷൻ ഓഫ് അസറ്റ് വാല്യൂർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അസറ്റിൻ്റെ വാല്യുവേഷൻ റിപ്പോർട്ടും കൂടെ അതിൻ്റെ കൂടെ അക്കമ്പനി ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് കൺഫ്യൂസ് ടൈപ്പ്, സോറി. ക്ലിയർ ആയല്ലോ? ഇനി LLP ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ മക്കളെ, കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസർ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യും. ആ ഓഫീസറാണ് LLP ലിക്വിഡേറ്റർ. അപ്പോയിൻറ്റ് ചെയ്യുന്നത് CA കാരോ CMA കാരോ നമ്മുടെ അഡ്വക്കേറ്റ്സ് ഒക്കെ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും പ്രൊഫഷണൽസ് ആയിരിക്കും. അതും LLP ലിക്വിഡേറ്റർ ചെയ്യുന്ന എപ്പോഴാണ്, നമ്മൾ റെസൊല്യൂഷൻ പാസ്സാക്കി 30 ദിവസത്തിനുള്ളിൽ LLPയെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. LLP അപ്പോയിൻറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മുടെ മൊത്തത്തിലുള്ള ക്രെഡിറ്റേഴ്സിന് 2/3 ക്രെഡിറ്റേഴ്സിന് അപ്രൂവൽ വാങ്ങിയ ശേഷം വേണം 30 ദിവസത്തിനുള്ളിൽ LLP അപ്പോയിൻമെൻറ്റ് ചെയ്യാൻ. ഇനി ക്രെഡിറ്റേഴ്സ് അപ്രൂവൽ നൽകിയില്ല എങ്കിൽ പിന്നെ LLP അപ്പോയിൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രെഡിറ്റേഴ്സ് തന്നെ ആയിരിക്കും. അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ക്രെഡിറ്റേഴ്സ് തന്നെ ആയിരിക്കും. ഇനി ആരും LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ട്രിബ്യൂണലാണെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവരുടെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും ഡിറ്റർമിൻ ചെയ്യുന്നതൊക്കെ നമ്മുടെ ട്രിബ്യൂണൽ മാത്രമായിരിക്കും. ഇനി റിമൂവൽ ഓഫ് LLP ലിക്വിഡേറ്റർ എന്ന് പറഞ്ഞാൽ ആരാ, അതായത് ട്രിബ്യൂണൽ ഓർ ആൻ ആപ്ലിക്കേഷൻ മെയ്ഡ് ബൈ ദ നമ്മുടെ പാർട്ട്നേഴ്സിനോ നമ്മുടെ ക്രെഡിറ്റേഴ്സ് നമ്മുടെ രജിസ്ട്രാറിനോ ട്രിബ്യൂണലിനോ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക നമ്മുടെ LLP ലിക്വിഡേറ്ററിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ റിമൂവ് ചെയ്താൽ നമ്മൾ മറ്റൊരു LLP ലിക്വിഡേറ്ററിനെ അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ LLP ലിക്വിഡേറ്ററിന് റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ LLP ലിക്വിഡേറ്ററിൻ്റെ ഭാഗം കേൾക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് നമ്മൾ നൽകിയിരിക്കണം. പിന്നെ ഡ്യൂട്ടീസ് ഓഫ് LLP ലിക്വിഡേറ്ററാണ് പഠിച്ചത്. അതിൽ കുറച്ച് ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. ഹി ഷാൾ സെറ്റിൽ ദ ലിസ്റ്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ഓർ പാർട്ട്നേഴ്സ്, പിന്നെ ഒബ്റ്റെയിൻ അപ്രൂവൽ ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് ക്രെഡിറ്റേഴ്സ്, മെയിൻറ്റെയിൻ രജിസ്റ്റർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്, ഫൈൻഡ് ദ ഡെപ്റ്റ് ഓഫ് LLP, ഒബ്സർവ് ദ ഡ്യൂ കെയർ ആൻഡ് വിജിലൻസ് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഡ്യൂട്ടീസ്. ഇത്രയാണ് പഠിച്ചത്. പിന്നെ വൈൻഡിങ് ബൈ ട്രിബ്യൂണലിനെ പറ്റി നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് അതാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വൈൻഡിങ് ട്രിബ്യൂണൽ പഠിച്ചു, വൈൻഡിങ് അപ്പ് ഓർഡർ ടു ബി കമ്മ്യൂണിക്കേറ്റഡ്, പിന്നെ റിപ്പോർട്ട് നമ്മുടെ ലിക്വിഡേറ്റർ സബ്മിറ്റ് ചെയ്യേണ്ട ട്രിബ്യൂണൽ സബ്മിറ്റ് ചെയ്യുന്ന കുറച്ച് റിപ്പോർട്ട് പഠിച്ചു. പിന്നെന്താ, മീറ്റിംഗ് ഓഫ് ക്രെഡിറ്റേഴ്സ് പാർട്ട്നേഴ്സ് വൈൻഡിങ് അപ്പ് സമയത്ത് നമ്മൾ ക്രെഡിറ്റേഴ്സിനും പാർട്ട്നേഴ്സിനും നടന്ന മീറ്റിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് നമ്മൾ പഠിച്ചു. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മക്കളെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.